Hi friends, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. +1 ഫിസിക്സിലെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ നീറ്റിന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. നോക്കാം നമുക്ക് ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിലേക്ക് കയറുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. യൂണിവേഴ്സലിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സുകളാണ്. ഒന്ന് നീറ്റിൻ്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കീം ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നീറ്റ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 20-നാണ്. അതേപോലെ പിന്നെ കീം ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മാർച്ച് 27-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നൊന്ന് അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന JEE റിപ്പീറ്റേഴ്സ് ബാച്ചാണ്. JEE നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചാണ്. അത് ജൂൺ 1-നാണ് പിന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റൊന്ന് പിന്നെ ഇപ്പോൾ SSLC എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കുള്ളതാണ്. അഥവാ നിങ്ങളുടെ അനിയന്മാർക്കൊക്കെ ഉപകാരപ്പെടുന്ന കോഴ്സാണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂള്, യൂണിവേഴ്സൽ അഥവാ ഇൻ്റഗ്രേറ്റഡ് സ്കൂള്. ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് +1 +2 ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ നീറ്റ് അല്ലെങ്കിൽ JEE പോലുള്ള എക്സാമുകൾ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് കണ്ടക്ട് ചെയ്യുക. ആ പബ്ലിക് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ടെസ്റ്റ് അഥവാ യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് April 2-നാണ്. അത് നിങ്ങൾ പിന്നെ നിങ്ങളുടെ സിബ്ലിങ്സിനെ നിങ്ങൾ ഈ എക്സാമിനെ കുറിച്ച് അറിയിക്കുക, അവരെ പിന്നെ ഈ എക്സാം എഴുതിപ്പിക്കുക, അവരെ അഡ്മിഷൻ എടുക്കാൻ അവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന 3 കോഴ്സുകൾ. നിങ്ങൾ അതിനെക്കുറിച്ച് അവെയർ ആയിട്ടിരിക്കുക. ഇനിവേ നമ്മൾ ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള സംഗതി കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ആണ്. കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഓർബിറ്റ് എന്നുള്ളതാണ്. അതായത് ലോ ഓഫ് ഓർബിറ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സണ്ണിന് ചുറ്റും പ്ലാനറ്റുകളെല്ലാം റിവോൾവ് ചെയ്യുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. എന്തിലല്ല, സർക്കുലർ ഓർബിറ്റല്ല, പകരം എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ശരിക്കും പ്ലാനറ്റുകൾ റിവോൾവ് ചെയ്യുന്നത്. ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിലാവുമ്പോൾ സൺ എവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ വിൽ ബി അറ്റ് വൺ ഓഫ് ദ ഫോക്കസ്. ഒരു ഫോക്കസിലാണ് സൺ ഉണ്ടാവുക. പ്ലാനറ്റ് അതിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യും. ഇനി ഈ എലിപ്സിൻ്റെ കാര്യത്തിൽ ഒന്ന് രണ്ട് സംഗതികൾ പറയാനുള്ളത്. എലിപ്സിനകത്ത് ഈ സണ്ണിൻ്റെ വളരെ അടുത്തുള്ള പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പെരിഹീലിയൻ. അതേപോലെ തന്നെ സണ്ണിൽ നിന്ന് വളരെ ദൂരമുള്ള പോയിന്റാണ് അപ്ഹീലിയൻ എന്ന് പറയും. A എന്ന് ഡിനോട്ട് ചെയ്യും. അതേപോലെ പെരിഹീലിയൻ P എന്ന് ഡിനോട്ട് ചെയ്യും. മറ്റൊരു സംഗതി ഞാനിവിടെ നിന്ന് വരച്ചിട്ടുണ്ട്. ഈ Pയിൽ നിന്ന് Aയിലേക്ക് വരച്ച ആക്സിസ് അല്ലെങ്കിൽ ലൈന് അതിന് വിളിക്കുന്ന പേരാണ് മേജർ ആക്സിസ്. അതിൻ്റെ ഹാഫിന് വിളിക്കുന്ന പേരാണ് സെമി മേജർ ആക്സിസ്. ആ സെമി മേജർ ആക്സിസ് എങ്ങനെ ഡിനോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്നുള്ള ലെറ്ററാണ് ഡിനോട്ട് ചെയ്യുക. മറ്റൊന്ന് ഇതിനെ നേരെ വെർട്ടിക്കലായിട്ട് വരച്ച ലൈനില്ലേ, ഇതാ ഞാൻ ഇങ്ങനെ കാണിക്കാം. പിന്നെ CD എന്ന് എഴുതാം. ഈ CD എന്ന് പറയുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് മൈനർ ആക്സിസ്. അതിൻ്റെ ഹാഫിനെ വിളിക്കുന്ന പേരാണ് സെമി മൈനർ ആക്സിസ്. ആ സെമി മൈനർ ആക്സിസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ B. അത് എലിപ്സിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് ചില ക്വസ്റ്റ്യൻസിനകത്തൊക്കെ എന്ത് ചെയ്യും, ഈ ടേമുകൾ വരും, അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം. രണ്ടാമത്തെ ലോ ആണ് ലോ ഓഫ് ഏരിയാസ് എന്ന് പറയുന്നത്. ലോ ഓഫ് ഏരിയ പറയുന്നതാണ് ലൈൻ ജോയിൻ ദ പ്ലാനറ്റ് ടു സണ്ണ്. അതായത് പ്ലാനറ്റിൽ നിന്ന് സണ്ണിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഈ വരച്ച് വെച്ച പിന്നെ റേഡിയസ് വെക്ടറിൽ ഈ കാണുന്ന റേഡിയസ് വെക്ടർ, ഈ റേഡിയസ് വെക്ടർ കവർ ചെയ്യുന്നത് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഏരിയയാണ് കവർ ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 5 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ഫോർ എക്സാമ്പിൾ ഈ പ്ലാനറ്റ് ഇതാ ഈ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തുന്നു, Bയിലേക്ക് എത്തുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ റേഡിയസ് വെക്ടർ കവർ ചെയ്ത ഏരിയ അല്ലേ ഇത്രയും ഏരിയ. ഓക്കെ, ഇനി പ്ലാനറ്റ് നീങ്ങി എവിടെ എത്തിയിട്ടുണ്ട്, C എന്ന് പറയുന്ന പോയിന്റ് എത്തിയെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ Cയിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് റേഡിയസ് വെക്ടർ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 5 മിനിറ്റ് കൊണ്ട് രണ്ട് സ്ഥലത്തും കവർ ചെയ്യുന്ന ഏരിയ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഏരിയ ഈക്വൽ ആവണമെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നോക്കിയാൽ ഇത്ര തന്നെ ഏരിയ ഇവിടെയും കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ പറഞ്ഞ റീജിയനിൽ ഏരിയ ഇതേ ഏരിയ ഈ Aയിൽ നിന്ന് Bയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് കവർ ചെയ്യുന്ന ഏരിയ അല്ലേ, അതിനെ Cയിൽ നിന്ന് Dയിലേക്ക് എത്തുമ്പോഴും കവർ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതേ സമയം കൊണ്ട് കവർ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി Cയിൽ നിന്ന് Dയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്ലാനറ്റ് എങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടാവും, കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും. കാരണം 5 മിനിറ്റ് കൊണ്ട് Aയിൽ നിന്ന് Bയിലേക്ക് എത്തണം, അതേ 5 മിനിറ്റ് കൊണ്ട് Cയിൽ നിന്ന് Dയിലേക്ക് എത്തണം. കാരണം ഈക്വൽ ഏരിയകൾ കവർ ചെയ്യണ്ടേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി Cയിൽ നിന്ന് Dയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പ്ലാനറ്റ് എങ്ങനെ മൂവ് ചെയ്യും, കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. എന്ന് പറഞ്ഞാൽ പ്ലാനറ്റിന് സണ്ണിൻ്റെ അടുത്തെത്തുമ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും. സണ്ണിൽ നിന്ന് വളരെ ദൂരമുള്ള പോയിന്റ് അഥവാ അപ്ഹീലിയൻ പോയിന്റിൻ്റെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പീഡ് എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി ഇത് നമുക്ക് മാത്തമാറ്റിക്കലി ലോ ഓഫ് ഏരിയാസിന് എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ dA/dt, അതായത് ഈ dt ടൈം ഇൻ്റർവെൽ കവർ ചെയ്യുന്ന ഏരിയയാണ് dA. അതെപ്പോഴും എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ dA/dtനെ വിളിക്കുന്ന പേരാണ് ഏരിയൽ വെലോസിറ്റി എന്നാണ് പറയുക. അപ്പോൾ ഇത് രണ്ടുമാണ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ഇനി നമുക്ക് തേർഡ് ലോ എന്താ നോക്കാം. തേർഡ് ലോ പറയുന്നത് ലോ ഓഫ് പീരീഡ്സ് ആണ്.
ലോ ഓഫ് പീരീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ്. എന്ത് ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനറ്റ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിനാണ് ടൈം പീരീഡ് എന്ന് പറയുക. അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് എന്തിന് പ്രൊപ്പോർഷനിലായിരിക്കും എന്നറിയോ? സെമി മേജർ ആക്സിസിൻ്റെ ക്യൂബിന് പ്രൊപ്പോർഷനിലായിരിക്കും. നമ്മൾ എന്താ സെമി മേജർ ആക്സിസിന് പേര് കൊടുത്തത്? എ എന്നല്ലേ? ആ എന്റെ ക്യൂബിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലായിരിക്കും. ഇത് മൂന്നാണ് എന്ത് ലോ ഓഫ് അല്ലെങ്കിൽ കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എർത്ത് റൊട്ടേറ്റ് അബൌട്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അറ്റ് വിച്ച് പോയിന്റ് ഇറ്റ്സ് വെലോസിറ്റി വിൽ ബി മാക്സിമം. ഏത് പോയിന്റിലായിരിക്കും വെലോസിറ്റി മാക്സിമം ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ സൺ ഉണ്ട്, നിങ്ങൾക്കറിയാം. ഈ പോയിന്റിൽ ഇതാ സണ്ണ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നുണ്ട്. പ്ലാനറ്റ് എവിടെ നിന്ന് അങ്ങോട്ടേക്ക് എയിൽ നിന്ന് എ ടു ബി സി ഡി ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. എയും ബിയും സിയും ഒക്കെ പ്ലാനറ്റിൻ്റെ ഡിഫറെൻറ്റ് പോയിന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക? അറ്റ് വിച്ച് പോയിന്റ് വെലോസിറ്റി വിൽ ബി മാക്സിമം. ഞാൻ നേരത്തെ പറഞ്ഞു, സണ്ണിൻ്റെ വളരെ അടുത്തുള്ള പോയിന്റിൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടുതലായിരിക്കും? സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനകത്ത് സണ്ണിൻ്റെ അടുത്തുള്ള പോയിന്റ് എ അല്ലേ? അതുകൊണ്ട് എവിടെയായിരിക്കും സ്പീഡ് മാക്സിമം ഉണ്ടാവുക? എയിലായിരിക്കും. എവിടെ സ്പീഡ് ഏറ്റവും മിനിമം ഉണ്ടാവുക? സി എന്ന് പറയുന്ന പോയിന്റ്, സണ്ണിൽ നിന്ന് വളരെ ദൂരമുള്ള പോയിന്റിലായിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the kinetic energy of the planet in an elliptical orbit about the sun at a position A, B, C are Ka, Kb and Kc respectively. kinetic energyയുടെ വാല്യൂസ് തന്നിട്ടുണ്ട്. എവിടെ? എ എന്ന് പറയുന്ന പോയിന്റിൽ, ബി എന്ന് പറയുന്ന പോയിന്റിൽ, സി എന്ന് പറയുന്ന പോയിന്റിൽ. അത് Ka എന്ന് ഡിനോട്ട് ചെയ്യാം, Kb എന്ന് ഡിനോട്ട് ചെയ്യാം, Kc എന്ന് ഡിനോട്ട് ചെയ്യാം. AC is the major axis and SB is perpendicular to AC. Okay. At the position of the sun, S as shown in the figure. സണ്ണ് നിൽക്കുന്നത് ഈ എസ് എന്ന് പറയുന്ന പോയിന്റിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, എ ബി സി ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതാ കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ്. ഇവിടെ കൈനറ്റിക് എനർജിന്റെ റിലേഷൻ ആണ്. എവിടെ കൈനറ്റിക് എനർജി മാക്സിമം ഉണ്ടാവുക? വെലോസിറ്റി എവിടെയാണോ മാക്സിമം അവിടെയല്ലേ കൈനറ്റിക് എനർജി മാക്സിമം ഉണ്ടാവുക. വെലോസിറ്റി എവിടെ മാക്സിമം ഉണ്ടാവുക? എ എന്ന് പറയുന്ന പോയിന്റിലല്ലേ. അതുകൊണ്ട് കെ എ എന്ന് പറയുന്നതായിരിക്കും എന്തുണ്ടാവുക? മാക്സിമം കൈനറ്റിക് എനർജി. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ എ കഴിഞ്ഞാൽ പിന്നെ സണ്ണിൻ്റെ അടുത്തുള്ള പോയിന്റ് ആണ് ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവുക? ബിയിലായിരിക്കും. കൈനറ്റിക് എനർജി ഏറ്റവും കുറവ് എവിടെ ഉണ്ടാവുക? സിയിലായിരിക്കും. അപ്പോൾ എന്താ റിലേഷൻ? കെ എ ഗ്രേറ്റർ ദാൻ കെ ബി ഗ്രേറ്റർ ദാൻ കെ സി. ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ഏതാ വരിക? ബി ആണ് വരിക. ഇത് നീറ്റ് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കെപ്ലേഴ്സ് ലോ ഓഫ് മോഷന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് തന്നത്. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കറിയാം ഗ്രാവിറ്റേഷനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ഫസ്റ്റത്തെ സംഗതിയാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. രണ്ട് പാർട്ടിക്കിൾസ് M1 M2 എന്ന് പറയുന്ന രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ രണ്ട് പാർട്ടിക്കിൾസ് ഒരു സെപ്പറേഷൻ ആറിൽ നിൽക്കുകയെന്ന് വിചാരിച്ചോ. ശ്രദ്ധിക്കട്ടെ, ഇത് രണ്ട് പോയിന്റ് മാസുകളാണ്. ഓക്കെ, ചെറിയ മാസുകളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ആർ സെപ്പറേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരിടയിൽ എന്തുണ്ടാവും എന്നറിയ? ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ ആണ് എന്തെന്നറിയോ? F is equal to G into M1 M2 divided by R square. എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണലാണ്? പ്രൊഡക്റ്റ് ഓഫ് ദ മാസസിന് പ്രൊപ്പോർഷണലാണ്. അതേപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് എന്തിനെന്നറിയോ? സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, ഇനി F is equal to G M1 M2 by R square. ഈ ജീനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അവിടെ യൂണിവേഴ്സൽ എന്ന് പറയാൻ കാരണം ഈ ജിയുടെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം മാറിക്കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിക്കിൾസ് നിങ്ങൾ പിന്നെ എയറിൽ വെച്ചു എന്ന് വിചാരിച്ചോ. അതേ ഒരു സെപ്പറേഷനിൽ വെച്ചു എന്ന് വിചാരിച്ചോ. 5 മീറ്റർ സെപ്പറേഷനിൽ വെക്കുക എന്ന് വിചാരിച്ചോ. അതേ രണ്ട് പാർട്ടിക്കിൾ നിങ്ങൾ 5 മീറ്റർ സെപ്പറേഷനിൽ എവിടെ വെച്ചു? ഫോർ എക്സാമ്പിൾ വാട്ടറിൽ കൊണ്ടുപോയിട്ട് വെച്ചു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിലും രണ്ട് കേസിലും അവർ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് പറയാൻ കാരണം യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അഥവാ ജിയുടെ വാല്യൂ മീഡിയം മാറിക്കഴിഞ്ഞാലും മാറൂല. അതിൻ്റെ വാല്യൂ ആണ് 6.67 into 10⁻⁻11. യൂണിറ്റ് മനസ്സിലാക്കുക, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇനി ഈ ഫോഴ്സിന്റെ പ്രത്യേകത അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ എന്താ ലോങ് റേഞ്ച് ഫോഴ്സ് ഉദ്ദേശിക്കുന്നത്? വളരെ ദൂരത്തിലാണെങ്കിലും ഇവർ തമ്മിൽ എന്തുണ്ട്? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് പാർട്ടിക്കിൾസ് വളരെ ദൂരത്തിലാണെങ്കിലും അവർ തമ്മിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. വേറൊന്ന് കൺസർവേറ്റീവ് ഫോഴ്സ്. നിങ്ങൾ വർക്ക് എനർജി പവറിനകത്ത് കേട്ടിട്ടുണ്ടാവും എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്നുള്ളത്. ഇനി ഇത് ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഇതിന് ഈ ഫോഴ്സ് വെക്ടർ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. വെക്ടർ ഫോമിൽ എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ മൈനസ് GM1 M2 by R square R12K. അപ്പം ഞാൻ നോക്കിയേ, ഇതെന്തിൻ്റെ മുകളിലുള്ള ഫോഴ്സ് എന്നറിയോ? ഈ M2ൻ്റെ മുകളിലുണ്ടാകുന്ന ഫോഴ്സ് ആണ്. ഓക്കെ, ഫോഴ്സ് ഓൺ M2ൻ്റെ മുകളിലുണ്ടാക്കുന്ന ഫോഴ്സ് ആണ്. ആരുണ്ടാക്കുന്ന ഫോഴ്സ്? M1 ഉണ്ടാക്കുന്ന ഫോഴ്സ്. ഇപ്പോൾ M1 M2 എന്താ ചെയ്യുക? അട്രാക്ട് ചെയ്യല്ലേ ചെയ്യുക.
അതുകൊണ്ട് ആ ഫോഴ്സ് എങ്ങോട്ടാണ് ഉണ്ടാവും നോക്കി R12 എന്ന് പറയുന്ന വെക്ടർ ഞാൻ ഇവിടുന്ന് M1 M2ലേക്കല്ലേ ഇട്ടേക്കുന്നത്. അപ്പോൾ R12ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ, അത് കാണിക്കാനാണ് എന്ത് സൈൻ കൊടുത്തേക്കുന്നത്, നെഗറ്റീവ് സൈൻ. ചുരുക്കി പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണെങ്കിൽ എന്ത് സൈൻ വരും, ഇവിടെ നെഗറ്റീവ് സൈൻ വരും. കാര്യം M1ൽ നിന്ന് M2ലേക്കുള്ള വെക്ടറാണ് R21. അങ്ങനെയാണെങ്കിൽ R21ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആരുടെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക, M2ൻ്റെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തുണ്ടാവും, ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അഥവാ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഇനി വേറൊന്ന് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ M1 എന്ന് പറയുന്ന ഒരു മാസ് ഉണ്ട് വിചാരിച്ചോ. ഓക്കെ, M2 എന്ന് പറയുന്ന വേറൊരു മാസ് ഉണ്ട് വിചാരിച്ചോ, M3 എന്ന് പറയുന്ന വേറൊരു മാസ് ഉണ്ട് വിചാരിച്ചോ. ഈ 3 മാസുകൾ, ഓക്കെ, M1 M2 അതേപോലെ തന്നെ M3, ഈ 3 മാസുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിക്കിൾസ് അല്ല, പകരം 3 പാർട്ടിക്കിൾസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ M2ൻ്റെ മുകളിലുള്ള ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ M2 എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ മുകളിൽ M1 ഒരു ഫോഴ്സ് ഉണ്ടാക്കും, അതേപോലെ തന്നെ ആരും ഒരു ഫോഴ്സ് ഉണ്ടാക്കും, M3 ഒരു ഫോഴ്സ് ഉണ്ടാക്കും. M1 ഉണ്ടാക്കുന്ന ഫോഴ്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക, G(M1 M2) ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് അല്ലേ. ഓക്കെ, ഞാൻ ഈ ഡിസ്റ്റൻസിനെ R1 എന്ന് എഴുതി വിചാരിച്ചു, R1² ഉണ്ടാവും. അതേപോലെ തന്നെ M3 ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ് എന്തെന്നറിയോ, G(M3 M2) ഡിവൈഡഡ് ബൈ പിന്നെ R2². ഞാൻ ഈ ഡിസ്റ്റൻസിന് R2 കൊടുക്കുകയാണെങ്കിൽ R2² ഉണ്ടാവും. ഈ രണ്ട് ഫോഴ്സിൻ്റെ കൂടെ റിസൾട്ടൻ്റ് ആയിരിക്കും എവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവുക, M2ൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതാണ് എന്ത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് M1 എന്ന് പറയുന്ന മാസും M3 എന്ന് പറയുന്ന മാസും M2ൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാക്കും. ഈ രണ്ട് ഫോഴ്സും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, എങ്ങനെ ആഡ് ചെയ്യണം, വെക്ടർ സം എടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന നെറ്റ് ഫോഴ്സ് ആയിരിക്കും എന്തുണ്ടാവുക, ഈ M2ൻ്റെ മുകളിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതാണ് പിന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു മാസസ് ഈസ് ഡബിൾഡ്, ദ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ദം. അതായത് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ. എന്താ ഫോഴ്സിൻ്റെ ഇക്വേഷൻ, F is equal to G into M1 M2 divided by R² എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു മാസസ് ഇസ് ഡബിൾഡ് എന്നാണ് പറഞ്ഞത്, ഡിസ്റ്റൻസ് ഡബിൾ ആക്കി. അപ്പോൾ ഇനീഷ്യലി ഫോഴ്സ് ഇങ്ങനെയാണ്, രണ്ട് മാസുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ, M1 M2 എന്ന് പറയുന്ന രണ്ട് മാസ് ഉണ്ട്. M1 M2 എത്ര ഡിസ്റ്റൻസിലിടാൻ വെച്ചത്, R ഡിസ്റ്റൻസിൽ വെച്ചു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ തമ്മിലുണ്ടാകുന്ന ഫോഴ്സാണ് ഇത്. ഇനി ആ ഡിസ്റ്റൻസ് ഡബിൾ ആക്കി എന്ന് പറഞ്ഞാൽ R പകരം എന്തായിട്ട് മാറി, 2R ആയി എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, F' is equal to G into M1 M2 divided by 2R the whole square എന്നല്ലേ റെപ്രസെൻറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ എന്താ എഴുതാൻ പറ്റും നോക്കിയേ, G(M1 M2 divided by 2ൻ്റെ സ്ക്വയർ 4R². എന്താ ശരിക്കും നോക്കിയേ, F' is equal to ഈ G(M1 M2 by R² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ, F അല്ലേ. ബാക്കി താഴെ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്, 4 അല്ലേ. അപ്പോൾ എന്താ കിട്ടുക, F' is equal to F/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിന് എന്താ സംഭവിക്കുക, ഫോഴ്സ് റെഡ്യൂസ് പകുതിയാവും, പകുതിയല്ല റെഡ്യൂസ് ടു ക്വാർട്ടർ, എന്തായി 1/4 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പിന്നെ ഫോഴ്സ് F' is equal to F/4 ആവും. എങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കൂട്ടുകയാണെങ്കിൽ. അപ്പോൾ ഡിസ്റ്റൻസ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് കുറയും, ഡിസ്റ്റൻസ് കുറക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫോഴ്സ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ചുകൂടെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോ. ടു പാർട്ടിക്കിൾസ് ഓഫ് ഈക്വൽ മാസസ് go around a circle R under the action of their mutual gravitational attraction. The speed of the particle is എന്നാണ് ക്വസ്റ്റ്യൻ. ഈ രണ്ട് പാർട്ടിക്കിൾസ് ഈക്വൽ മാസ് ആണ്. ഓക്കെ, ഒരു go around a circle of radius R under the action of their mutual gravitational attraction. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് M1 എന്ന് പറയുന്ന പാർട്ടിക്കിൾ, അല്ലെങ്കിൽ M എന്ന് പറയുന്ന പാർട്ടിക്കിൾ. there is another particle which is M. രണ്ടും ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ആണ്. ഇവർ രണ്ടുപേരും കൂടി സർക്കിളിന് മുകളിൽ കൂടെ കറങ്ങുന്ന പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതിങ്ങനെ സർക്കിളിന് മുകളിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, കറങ്ങുന്നുണ്ട് എന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു സർക്കുലർ മോഷനില്ല, രണ്ടുപേരും കൂടി വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ആ റേഡിയസ് എത്രയാണെന്ന് അറിയോ, 6 തന്നിട്ടുണ്ട്. റേഡിയസ് ഈസ് 6. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ സ്പീഡ് ഓഫ് ദ ഈച്ച് പാർട്ടിക്കിൾ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ സർക്കുലർ മോഷനിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ സർക്കിളിന്റെ സെന്ററിലേക്ക് ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ആണ് നിങ്ങൾക്കറിയാം, mv² ഡിവൈഡഡ് ബൈ R. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഈ ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചു. ഈ പാർട്ടിക്കിൾ സർക്കുലർ മോഷനിലാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ സെന്ററിലേക്ക് എന്തുണ്ടാവും, ആ ഒരു ഫോഴ്സ് ഉണ്ടാവില്ലേ. ആ ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, mv² ബൈ R അല്ലേ. ആ mv² ബൈ R എന്തിന് ഈക്വൽ ആയിരിക്കും അറിയാം. ഇവിടെ ശരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യണത്, ഈ രണ്ടാമത്തെ മാസിൽ ഇപ്പുറം നിൽക്കുന്ന M എന്ന് പറയുന്ന മാസ്, ഇയാൾ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ഓക്കെ,
അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ G ഇൻറ്റു M ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു മാസസ്. ഈ രണ്ട് മാസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 അല്ല, പകരം എന്താണ് 2r ആണ്. 2r ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെലോസിറ്റി എത്ര നല്ലത് അല്ലെങ്കിൽ സ്പീഡ് എന്താണെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ ഒരു മാസ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. v സ്ക്വയർ ഈക്വൽ ടു G സ്മോൾ m ഇൻറ്റു r ഡിവൈഡഡ് ബൈ 4r സ്ക്വയർ. എന്ത് കിട്ടുമെന്ന് അറിയോ, GM ഡിവൈഡഡ് ബൈ 4r എന്ന് കിട്ടും. എന്തിൻ്റെ ഇക്വേഷൻ അത്, വി സ്ക്വയറിൻ്റെ ഇക്വേഷനാണ്, എക്സ്പ്രഷനാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് v ഈക്വൽ ടു റൂട്ട് ഓഫ് GM ഡിവൈഡഡ് ബൈ 4r സ്ക്വയർ അഥവാ 4r. ഓക്കെ, 4r. ഇങ്ങനെ ഒരു ഇക്വേഷൻ, ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ ഇതിനകത്തുണ്ടോ? ഓക്കെ, ഇവിടെ 4 വരെ പിന്നെ റൂട്ട് 4 എടുത്തിട്ട് 2 ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരുന്നത്, v ഈക്വൽ ടു റൂട്ട് ഓഫ് GM ഡിവൈഡഡ് ബൈ r 1/√4 നമുക്ക് 1/2 എന്ന് എഴുതാൻ പറ്റും. സോ ഓപ്ഷൻ ഏതാ വരിക, സി ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യനകത്ത് രണ്ട് പാർട്ടിക്കിൾസ് റിവോൾവ് ചെയ്യുന്നുണ്ട്, സർക്കിളിൻ്റെ മുകളിൽ കൂടെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതിന് ഇൻഫ്ലുവൻസിലാണ്, മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലാണ് റിവോൾവ് ചെയ്യുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് mv²/r ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, വിൽ ഗെറ്റ് ദ വെലോസിറ്റി, ദ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി. ഇനി ഈ ചാപ്റ്ററിനകത്ത് മറ്റൊരു സംഗതിയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വലിയ മാസ് ക്യാപിറ്റൽ M, ഓക്കെ, ലാർജ് ഒബ്ജക്റ്റ്, അതിൻ്റെ മുകളിൽ ചെറിയ ഒബ്ജക്റ്റ് വെച്ചു എന്ന് വിചാരിക്കും, ചെറിയൊരു ബോഡി വെച്ചു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ബോഡീൻ്റെ മുകളിൽ എന്തുണ്ടാവും, ഈ വലിയ പാർട്ടിക്കിൾ ഉണ്ടാക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവില്ലേ. ഓക്കെ, ആ ഫോഴ്സാണ് നമുക്കറിയാം F ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും, G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ഫോഴ്സ് കാരണം എന്തുണ്ട്, ഈ സ്മോൾ m എന്ന് പറയുന്ന പാർട്ടിക്കിളിന് മുകളിൽ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ആ ആക്സിലറേഷൻ ആണെന്ത്, GM ഡിവൈഡഡ് ബൈ r സ്ക്വയർ. നിങ്ങൾക്കറിയാം ആക്സിലറേഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി, F ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ചെയ്താൽ പോരെ. അപ്പോൾ എഫിൻ്റെ ഇക്വേഷനല്ലേ GMM/r സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്മോൾ m ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, G ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ r സ്ക്വയർ. അതാണ് ഈ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ആക്സിലറേഷൻ, വിച്ച് ഇസ് കോൾഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി സപ്പോസ് ഈ ക്യാപിറ്റൽ M എർത്ത് ആണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്ത് ആയിരിക്കും, റേഡിയസ് ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത് ആയിരിക്കും. ഇതിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മാസ് ഓഫ് എർത്തും റേഡിയസ് ഓഫ് എർത്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഈസ് 9.8 m/s², വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10 m/s² ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, ഇനി നോക്കുക, ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മളിപ്പോൾ പറഞ്ഞത് സർഫസിൻ്റെ മുകളിൽ, എർത്തിൻ്റെ സർഫസിൻ്റെ മുകളിലാണ്. ഇനി എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു h ഹൈറ്റ് മുകളിലാണ് പാർട്ടിക്കിൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ചേഞ്ച് വരും. കാരണം നമ്മൾ ഇക്വേഷൻ നോക്കിയാൽ GM ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്ന് പറയുന്നതിന് പകരം r + h ദ ഹോൾ സ്ക്വയർ എന്ന് പറയേണ്ടി വരും. അപ്പോൾ നോക്കിയാൽ h കൂടുമ്പോൾ, ഹൈറ്റ് കൂടുമ്പോൾ എന്ത് കുറയുന്നുണ്ട്, എച്ചിൻ്റെ വാല്യൂ ഡിനോമിനേറ്ററിലല്ലേ. അപ്പോൾ h കൂടുമ്പോൾ എന്ത് കുറയും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും. ഇനി വേറെ സംഭവം, ഇതിന് നമുക്ക് അപ്പോൾ ഇങ്ങനെ എഴുതി കൂടെ, GH ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എഴുതാം, GH ഈസ് ഈക്വൽ ടു G ഇൻറ്റു r² ഡിവൈഡഡ് ബൈ r + h ദ ഹോൾ സ്ക്വയർ. ഇതൊക്കെ എന്തിനുള്ള എക്സ്പ്രഷൻ ആണെന്ന് അറിയോ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h-നുള്ള ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഇതിനകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റും. ഇനി സപ്പോസ് നമ്മുടെ ഹൈറ്റ് വളരെ ചെറിയ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, ചെറിയ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഹൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേഡിയസ് ഓഫ് എർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അറിയോ, GH ഈസ് ഈക്വൽ ടു G ഇൻറ്റു 1 - 2h ഡിവൈഡഡ് ബൈ r എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനൊന്ന് പ്രൂഫ് നമുക്ക് ഇപ്പോൾ നിലവിൽ വേണ്ട, നമുക്ക് എന്ത് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട സംഗതി, ഹൈറ്റ് കൂടുമ്പോൾ, അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പാർട്ടിക്കിൾ പോവുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ മുകളിൽ എർത്തിൻ്റെ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്ന സംഗതി, ആക്സിലറേഷൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. 9.8 എന്ന വാല്യൂ എന്ത് ചെയ്യും, താഴേക്ക് കുറയും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ എർത്തിൻ്റെ സർഫസിൽ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ, സർഫസിൽ നിന്ന് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു d ഡെപ്ത് താഴേക്ക് പോയി എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ d ഡെപ്ത്, ഒരു കുഴി ഉണ്ടാക്കി താഴേക്ക് d ഡെപ്തിലാണെന്ന് വിചാരിക്കും മാസ് നിൽക്കുന്നത്. ഇതാ ഫിഗർ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്, അപ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നത്, ജി ഡി ജി അറ്റ് ഡെപ്ത് ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. നോക്ക് അപ്പോഴും എന്താ സംഭവിക്കുക, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. കാരണം ജിയിൽ നിന്ന് എന്ത് ചെയ്യണം, ജി ഡി ബൈ ആർ മൈനസ് ചെയ്യണം. അപ്പോൾ നോക്കിയാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ എവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം ഉണ്ടാവുക, എർത്തിൻ്റെ സർഫസിൽ. സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴും കുറയും, സർഫസിൽ നിന്ന് താഴേക്ക് വരുമ്പോഴും എന്ത് ചെയ്യും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേഴ്സസ് ഹൈറ്റ് അല്ലെങ്കിൽ വേഴ്സസ് ഡിസ്റ്റൻസ് ഗ്രാഫാണ് തന്നേക്കുന്നത്. നിങ്ങൾക്കറിയാം ഇത് ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ സർഫസിലുള്ള വാല്യൂ ആണ് ഈ കാണുന്നത്, ഈ എന്ന് പറയുന്ന 9.8. ഓക്കെ, ഇനി അകത്ത് ഇൻസൈഡ് ദ എർത്ത് നോക്കിയേ, ഇതാണ് ഇക്വേഷൻ. ഇൻസൈഡ് ദ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനേക്കാളും കുറവല്ലേ. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് ദ എർത്ത് പിന്നെ ഇവിടുന്ന് സെൻട്രലിൽ നിന്ന് സർഫസ് വരെ എത്തുമ്പോഴേക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്യുന്നുണ്ട്, കൂടി പോകുന്നുണ്ട്. അങ്ങനെ സർഫസിൽ എത്തുമ്പോൾ എന്തായി, മാക്സിമായി. പിന്നെ സർഫസിൽ നിന്ന് വീണ്ടും ഔട്ട്സൈഡ് ദ എർത്ത് പോകുമ്പോൾ മറ്റേ ഹൈറ്റ് എച്ചിലേക്ക് ഇങ്ങനെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു സംശയം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. ഡി ഈക്വൽ ടു ഫോർ എക്സാമ്പിൾ 0 കൊടുത്തു കഴിഞ്ഞാൽ, ഡി 0 എന്ന് പറഞ്ഞാൽ ശരിക്കും എവിടെ ഉണ്ടാവും, എർത്തിൻ്റെ സെൻറ്ററിലല്ലേ. എർത്തിൻ്റെ സെൻറ്ററിൽ, സോറി ഡി 0 അല്ല. പിന്നെ നോക്കിയേ, നോക്കാൻ പറ്റും എർത്തിൻ്റെ സെൻട്രൽ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ നോക്കാം. എർത്തിൻ്റെ സെൻട്രൽ എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ സെൻട്രലിൽ എത്തുമ്പോൾ ഡിയുടെ വാല്യൂ എന്തായിട്ടുണ്ടാവും എന്നറിയോ, ഡിയുടെ വാല്യൂ വിൽ ബി ഈക്വൽ ടു ആർ ആയിട്ടുണ്ടാവും. കാരണം സർഫസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് താഴേക്ക് പോകണം, റേഡിയസിൻ്റെ അത്രയും പോകണ്ടേ, അപ്പോഴാണ് സെൻട്രലിൽ എത്തുക. അങ്ങനെയാണെങ്കിൽ എന്താ വരിക നോക്കി, ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ എർത്തിൻ്റെ സെൻട്രൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. സെൻട്രലിൽ നിന്ന് സർഫസിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ലീനിയർലി ഇൻക്രീസ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 1/r² ടൈമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രാഫ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഓക്കെ, നോക്കട്ടെ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് 1 kilometer above the earth is same as the depth d below the surface of earth. Then acceleration due to gravity at a height 1 kilometer above the earth. എർത്തിൻ്റെ സർഫസിൽ നിന്ന് 1 കിലോമീറ്റർ മുകളിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തിന് ഈക്വൽ ആണ്, ഒരു പർട്ടിക്കുലർ ഡെപ്ത് ബിലോ ഉള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഡി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കി, ഇവിടെ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സർഫസിൽ നിന്ന് 1 കിലോമീറ്റർ മുകളിൽ എന്ന് പറഞ്ഞാൽ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എർത്തിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 6400 കിലോമീറ്റർ ആണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു ഹൈറ്റ് ആണ് ശരിക്കും എന്ത്, 1 കിലോമീറ്റർ. അതുകൊണ്ട് നമുക്ക് ഏത് ഫോമുല ഉപയോഗിക്കാമെന്ന് അറിയോ, ജി എച്ച് ഇസ് ഈക്വൽ ടു എന്ത് ഫോമുല ഉപയോഗിക്കാം, ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. എന്താ ഈ ഫോമുല, സ്മോൾ ഹൈറ്റിൻ്റെ ഫോമുല അല്ലേ. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണിക്കാം അറ്റ് ഹൈറ്റ് എച്ച്. ഇനി ഈ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ 1 കിലോമീറ്റർ ഹൈറ്റ് മുകളിൽ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെയാണ് എവിടെ ഉള്ളത്, ഒരു ഡി ഡെപ്ത് താഴെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഡി ഡെപ്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ ഇങ്ങനെയല്ലേ റെപ്രസെൻറ്റ് ചെയ്യുക, ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ എന്നല്ലേ. ഓക്കെ, ഇനി നോക്കിയേ, ഈ ജി ഡിയും ജി എച്ചും എന്താണെന്നാ പറഞ്ഞത്, ക്വസ്റ്റിനകത്ത് ഈക്വൽ ആവണം എന്നാണ് പറഞ്ഞത്. ജി ഡിയും ജി എച്ചും ഈക്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. ഇനി എച്ച് എത്ര തന്നിട്ടില്ലേ, എത്രയാണ്, 1 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജി ജിയുടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, 1 ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഡി ബൈ ആർ ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ ആർ. കാരണം എച്ചിൻ്റെ വാല്യൂ എന്താ, 1 ആണ്. ദെർഫോർ യു വിൽ ഗെറ്റ് ഡി ഈക്വൽ ടു എത്ര എന്ന് കിട്ടും നോക്കിയാൽ, ഡി ഈക്വൽ ടു 2 എന്ന് കിട്ടും, 2 കിലോമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നോക്ക്, ജി ഡി ഈസ് ഈക്വൽ ടു, ജി ഡി എന്ന് പറഞ്ഞാൽ ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ, ജി എച്ച് എന്ന് പറഞ്ഞാൽ ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. ഓക്കെ, ഡി ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ 2 കിലോമീറ്റർ താഴെ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുക, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തിന് ഈക്വൽ ആവുക, എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇങ്ങനെ നോക്കിയത് എർത്തിൻ്റെ സർഫസ് ആണെന്ന് വിചാരിച്ചു. എർത്തിൻ്റെ സർഫസിൽ 1 കിലോമീറ്റർ മുകളിലാണ് ആര് നിൽക്കുന്നത്, ഈ പാർട്ടിക്കിൾ നിൽക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിളിന് എന്തുണ്ടാവും, ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവും. ആ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണോ അത് തന്നെയായിരിക്കും എവിടെ ഉണ്ടാവുക എന്നറിയോ, ആ പാർട്ടിക്കിൾ എവിടെ കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ, ഇത് 1 കിലോമീറ്റർ ആണ്. ഓക്കെ, അതിന് പകരം 2 കിലോമീറ്റർ താഴെ വെക്കുക എന്ന് വിചാരിച്ചു പാർട്ടിക്കിളിന്, ഡെപ്ത് ഡി ഡെപ്ത് താഴെ 2 കിലോമീറ്റർ. അപ്പോൾ ആ പാർട്ടിക്കിളിന് ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആൻസർ ഇവിടെ എന്താ വരിക, ഓപ്ഷൻ ഡി ആണ്.
ഓപ്ഷൻ ഡി 2 കിലോമീറ്റർ. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. വേറൊന്ന്, ഈ ബോഡി വെയിറ്റ് 200 ന്യൂട്ടൺ ഓൺ ദ സർഫേസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ സർഫസിൽ 200 ന്യൂട്ടൺ ആണ് ഫോഴ്സ്, വെയിറ്റ്. ഓക്കെ, വേറെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? എം ജി എന്ന് എഴുതാലോ. ഫോഴ്സ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. 200 ന്യൂട്ടൺ ഓൺ ദ സർഫേസ് ഓഫ് എർത്ത്. ഹൗ മച്ച് വിൽ ഇറ്റ് വെയിറ്റ് ഹാഫ് വേ ഡൗൺ ടു ദ സെൻറ്റർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സെൻറ്ററിലേക്ക് പോകുമ്പോൾ ഹാഫ് വേ എന്ന് പറയുമ്പോൾ എത്ര ഡിസ്റ്റൻസ്? r/2, റേഡിയസിൻ്റെ പകുതി ഡിസ്റ്റൻസ് താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ വെയിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എർത്തിൻ്റെ സർഫസിലുള്ളതാണ് എന്ത്? എം ജി. ആ എം ജി എന്തിന് ഈക്വലാന്ന് പറഞ്ഞത്? 200 ന്യൂട്ടൺ ഈക്വലാണ്. ഇനി ഹാഫ് വേ ഡൗൺ ടു ദ എർത്ത് എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും എന്ന് അറിയാം? ജി ഡി അല്ലേ. ജി ഇൻറ്റു 1 - d/r എന്നല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? പക്ഷേ ജി ഇൻറ്റു 1 - ഡിക്ക് പകരം നമ്മൾ എന്താ കൊടുക്കണം നോക്കി? r/2 ഡിവൈഡഡ് ബൈ r. യു വിൽ ഗെറ്റ് ജി ഇൻറ്റു 1 - 1/2 എന്ന് കിട്ടും. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ജി ഇൻറ്റു 1 - 1/2 അഥവാ 1 - 1/2 1/2 ആണ്. യു വിൽ ഗെറ്റ് g/2. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അറ്റ് ഡെപ്ത് ഡി അല്ലെങ്കിൽ അറ്റ് ഡെപ്ത് ഡി ഈക്വൽ ടു r/2, റേഡിയസ് r/2 ഡെപ്തിൽ എത്രയായിരിക്കും വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു ഡാഷ് ഈസ് ഈക്വൽ ടു എം ജി ഡി എന്ന് എഴുതണം. ഓക്കെ, എം ഇൻറ്റു g/2 എന്ന് പറഞ്ഞാൽ എം ജി എത്ര ഇടും? 200 അല്ലേ. അപ്പോൾ 200/2 എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവുക? 100 ന്യൂട്ടൺ. ഇപ്പോൾ ഫോഴ്സ് നോക്കിയാൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. വെയിറ്റ് എത്ര ആയിട്ട് മാറിയിട്ടുണ്ട്? 100 ന്യൂട്ടൺ. എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന വെയിറ്റ് അല്ല എർത്തിൻ്റെ സർഫസിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടാവുക? താഴേക്ക് പോകുമ്പോൾ. അതേപോലെ തന്നെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴും എന്ത് കുറയും? വെയിറ്റ് ഡിക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ് വെയിറ്റ് ഡിക്രീസ് ചെയ്യാൻ കാരണം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യുന്ന കാരണത്താൽ. സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഞാൻ വെയിറ്റിനെ എം ജി എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. എർത്തിൻ്റെ സർഫസിൽ 200 ന്യൂട്ടൺ ആണ്. ഡെപ്തിലേക്ക് പോകുമ്പോൾ ജി ഡിൻ്റെ വാല്യൂ ഇതാണ്. ഓക്കെ, g/2. നോക്കുക വേറൊരു ക്വസ്റ്റ്യൻ. ദ റേഡിയസ് ഓഫ് എർത്ത് ഈസ് അബൌട്ട് 6400 കിലോമീറ്റർ ആൻഡ് ദാറ്റ് ഓഫ് മാസ് ഈസ് അബൌട്ട് 3200 കിലോമീറ്റർ. The mass of the earth is about 10 times the mass of Mars. An object weighs 200 Newton on Earth's surface. Then its weight on the surface of the Mars is. അതായത് എർത്തിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 6400 കിലോമീറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, 6400 കിലോമീറ്റർ. ഇനി മാസിൻ്റെ റേഡിയസ് എത്രയാണെന്ന് അറിയോ? റേഡിയസ് ഓഫ് മാസ് ഞാൻ r ഡാഷ് കൊടുക്കാം. ഇറ്റ് ഈസ് 3200 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? എർത്തിൻ്റെ റേഡിയസിൻ്റെ പകുതി അല്ലേ അത്? r/2. ഓക്കെ, ഇനി നോക്കിയേ, മാസ് ഓഫ് ദ എർത്ത് ഈസ് അബൌട്ട് 10 ടൈംസ് ദ മാസ് ഓഫ് മാസ്. അപ്പോൾ എർത്തിൻ്റെ മാസ് നമുക്ക് m എടുക്കുകയാണെങ്കിൽ മാസിൻ്റെ മാസ് നമ്മൾ എങ്ങനെ എടുക്കണം? m ഡാഷ് ഈസ് ഈക്വൽ ടു m/10 എടുക്കണം. കാരണം എർത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ടൈംസ് മാസ് ഓഫ് മാർസ് ആണ്. ഓക്കെ, അപ്പോൾ m ഡാഷ് ഈസ് ഈക്വൽ ടു m/10. ആൻഡ് ഒബ്ജക്റ്റ് വെയിറ്റ് 200 ന്യൂട്ടൺ ഓൺ എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിലെ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ന്യൂട്ടൺ ആണ്. അപ്പോൾ എർത്തിൻ്റെ സർഫസിലുള്ള വെയിറ്റ് ആണ് 200 ന്യൂട്ടൺ. ഡബ്ല്യു ഈക്വൽ ടു എം ഇൻറ്റു ജി എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു 200 ന്യൂട്ടൺ. ഇനി മാസിൻ്റെ സർഫസിൽ നമ്മൾ എം ജി എന്നല്ല എം ജി ഡാഷ് എഴുതണം. എന്താ ജി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫേസ് ഓഫ് മാസ് വിച്ച് ഈസ് ഈക്വൽ ടു. അപ്പോൾ ജി ഡാഷ് എന്താണെന്നല്ലേ കാണേണ്ടത്? ജി ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡബ്ല്യു ഡാഷ് എന്താണെന്നല്ലേ കാണാൻ പറ്റും. ജി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജീൻ്റെ എക്സ്പ്രഷൻ നോക്കിയിടും. ജി എം ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ജി എം ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ് സ്ക്വയർ നോക്കിക്കടാ. ജി എം ഡാഷ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ് സ്ക്വയർ. അങ്ങനെ ജി എം ഡാഷിനെ എങ്ങനെ എഴുതാൻ പറ്റും? എം ഡിവൈഡഡ് ബൈ 10. ഓക്കെ, അതേപോലെ തന്നെ ആർ ഡാഷിനെ r/2 എന്ന് എഴുതാൻ പറ്റും. r/2ൻ്റെ സ്ക്വയർ ഇവിടെ എഴുതാം. നമുക്ക് ജി എം ഡിവൈഡഡ് ബൈ 10 r/2 ദ സ്ക്വയർ, r സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എന്താ വരിക നോക്കിയാൽ 4/10 അഥവാ 2/5 ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഈ 2/5 ജി എം ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ജി ഡാഷ് ഈസ് ഈക്വൽ ടു 2/5 ഇൻറ്റു ജി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ പുതിയ വെയിറ്റ് ഡബ്ല്യു ഡാഷ് ഈക്വൽ ടു നോക്ക്, ഡബ്ല്യു ഡാഷ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി ഡാഷ്. ജി ഡാഷ് എന്ന് പറഞ്ഞാൽ അത്ര 2/5 ഇൻറ്റു ജി അല്ലേ എന്ന് പറഞ്ഞാൽ 2/5 ഇൻറ്റു
200. ഓക്കെ, 2/5 into 200 എന്ന് പറയുമ്പോൾ എന്താ 200, 20/5 4 into 2 80 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ബാക്കി മാത്തമാറ്റിക്സ് ആണ്, ശ്രദ്ധിക്കുക. ഇപ്പോൾ റേഡിയസ് ഓഫ് എർത്ത് തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് എന്ത് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. മാസിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ റേഡിയസിൻ്റെ പകുതിയാണ്. മാസിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ മാസിൻ്റെ 1/10 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നത്, സർഫസിൽ എർത്തിൻ്റെ സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എടുക്കുകയാണെങ്കിൽ മാസിൻ്റെ സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയെന്നാണ് കാണണ്ടേ. അതിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി നോക്കിയാൽ 2/5 ഓഫ് ജി ആണ്. എന്നിട്ട് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഡബ്ല്യു ഡാഷ് എന്ന് പറഞ്ഞാൽ എം ജി ഡാഷ് ആണ്, വിൽ ഗെറ്റ് 80 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ നോക്കിയേ, മാസ് കുറവുള്ള സ്ഥലത്ത് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ മാസും റേഡിയസിനും എന്ത് ചെയ്യുന്നുണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാസിൻ്റെ മുകളിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ജി, acceleration due to gravity g and the mean density of earth are related by which of the following relation, which means ഡെൻസിറ്റിയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ്. ഡെൻസിറ്റിയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നോക്കുക, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ റിലേഷൻ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണെന്ന് നോക്കിയാൽ ജി ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ r² എന്നല്ലേ. ഈ മാസിനെ മാറ്റിയിട്ട് നമ്മൾ മാസിനെ നമ്മൾ എന്തിൻ്റെ ടൈമിലേക്ക് എഴുതണം, ഡെൻസിറ്റിൻ്റെ ടൈമിലേക്ക് എഴുതണം. നമുക്കറിയാം മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു എന്തെന്നാണ്, വോളിയം എന്നല്ലേ. ഓക്കെ, ഡിവൈഡഡ് ബൈ r². റെഡി. ഇനി ഡെൻസിറ്റിനെ എങ്ങനെ എഴുതിക്കൂടെ നോക്ക്, ഡെൻസിറ്റി ഇൻറ്റു വോളിയം ജി ഇൻറ്റു റോ ആണ് ഡെൻസിറ്റി. വോളിയത്തിന് നമുക്ക് എന്ത് ചെയ്യുന്ന അറിയാം, 4/3πr³ ഡിവൈഡഡ് ബൈ r². ദിസ് ഈസ് ഈക്വൽ ടു ജി. റൈറ്റ്. ഇതിനകത്ത് r³ ക്യാൻസൽ ചെയ്യാം. എന്ത് കിട്ടും നോക്കിയാൽ ജി ഈക്വൽ ടു 4πg റോ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു പൈ. റൈറ്റ്, ഇതാണ് കിട്ടുക. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് റോ എന്താണെന്നുള്ളതാണ്. അപ്പോൾ റോ ഈക്വൽ ടു 3 ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ 4πg എന്ന് എഴുതാൻ പറ്റും. 3 ഇൻറ്റു ജി ഡിവൈഡ് ബൈ 4πg ഇൻറ്റു r. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ ഇതിനകത്ത് പൈ ഇവിടെ ഉണ്ട്, ഓൾറെഡി ആണ്. ഓക്കെ, സോ റോ ഈക്വൽ 3g ഡിവൈഡഡ് ബൈ 4πgr. ഈ റിലേഷൻ പിന്നെ ഓർത്ത് വെക്കുക. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡെൻസിറ്റിയും അതേപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിലുണ്ടാകുന്ന റിലേഷനാണ്. ഓക്കെ, യെസ്. സോ ഓപ്ഷൻ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. റൈറ്റ്. നെക്സ്റ്റ് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. അസ്യൂമിങ് ദാറ്റ് ദ എർത്ത് ഈസ് എ സ്ഫിയർ ഓഫ് റേഡിയസ് r, at what altitude will the value of the acceleration due to gravity will be half its value at the surface of earth? എർത്തിൻ്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ പകുതി ആവണം അറ്റ് ഹൈറ്റ് h. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എർത്തിൻ്റെ സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണ്. ആ ജിയുടെ പകുതി ആയിരിക്കണം അറ്റ് ഹൈറ്റ് h, gh. അപ്പോൾ നമ്മൾ കയ്യിലുണ്ട് gh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് h അല്ലേ, അതിൻ്റെ എക്സ്പ്രഷൻ അല്ലേ GM ഡിവൈഡഡ് ബൈ r+h ദ ഹോൾ സ്ക്വയർ. അതെന്തിന് ഈക്വൽ ആയിരിക്കണം എന്നറിയോ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് അറ്റ് ദ സർഫേസ് ഓഫ് എർത്ത് GM/r², അതിൻ്റെ ഹാഫ് ആവണം 1/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയത് GM/r+h ഹോൾ സ്ക്വയർ ഈക്വൽ 1/2 GM/r². നമുക്കറിയാം ഇതിനകത്ത് നമുക്ക് GM ക്യാൻസൽ ചെയ്യാം. r+h ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2r². റൂട്ട് എടുത്തു കഴിഞ്ഞാൽ r+h ഈക്വൽ ടു √2r, h ഈക്വൽ ടു √2 - 1 ഇൻറ്റു r. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ, അതായത് √2 - 1 ഇൻറ്റു റേഡിയസ് ഓഫ് എർത്ത് ഈക്വൽ ടു ഹൈറ്റ് ആണെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ, ആ പർട്ടിക്കുലർ ഹൈറ്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിൽ ബി 9.8ൻ്റെ പകുതി അഥവാ 4.9 ആയിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഈ ചാപ്റ്ററിനകത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ഹാവ് എ മാസ് ഹിയർ. ഒരു ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് വിചാരിച്ചു, ഒരു m മാസ് ഉണ്ട്. ഈ മാസിന് ചുറ്റും അതിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള റീജിയനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദർ ഈസ് എ മാസ് m ഹിയർ. ഈ മാസിൻ്റെ അടുത്ത് ഞാൻ വേറൊരു ചെറിയ സ്മോൾ എമ്മിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്മോൾ എമ്മിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് ആരുണ്ടാക്കുന്ന ഫോഴ്സ്? ഈ കാണുന്ന വലിയ ക്യാപിറ്റൽ എം ഉണ്ടാക്കുന്ന ഫോഴ്സ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാ ഓക്കെ, യു ഹാവ് എ ബിഗ് മാസ് ഹിയർ.
ക്യാപിറ്റൽ എം ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ക്യാപിറ്റൽ എം മാസിൻ്റെ അടുത്ത് വേറൊരു ചെറിയ മാസ് വെക്കുകയാണെങ്കിൽ ഈ ചെറിയ മാസിൻ്റെ മുകളിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള റീസൺ ആരാണ്? ഈ ക്യാപിറ്റൽ എം മാസ് ഇവിടെ ഉണ്ടായതിനെ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാപിറ്റൽ എമ്മിന് ചുറ്റുള്ള ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഇനി ഈ ഓരോ പോയിന്റിലും ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര ഉണ്ടെന്ന് അറിയണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാ നോക്കിക്കോ, ഈ ക്യാപിറ്റൽ എമ്മിൻ്റെ വളരെ അടുത്തതാ ഈ ഒരു പോയിന്റിൽ ഇവിടെയുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ല, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ല വേറൊരു സ്ഥലത്ത് ഉണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ സ്മോൾ എം മാസിനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അതേസമയം കുറച്ചുകൂടി ദൂരെ ഞാനൊരു മാസിനെ വെക്കുകയാണെങ്കിൽ ഇയാളുടെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം ഡിസ്റ്റൻസ് എന്താണ് അവിടെ കൂടുതലല്ലേ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഒരു പോയിന്റിൽ, ഇപ്പോൾ ഈ പോയിന്റിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് മാസ് കെപ്റ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കോ, ഫസ്റ്റ് വൺ ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് മാസ്, യു ഹാവ് എ സിംഗിൾ പോയിന്റ് മാസ് ക്യാപിറ്റൽ എം എന്ന് വിചാരിച്ചു. ഈ ക്യാപിറ്റൽ എമ്മിൽ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസിൽ എന്തുണ്ട്? ഒരു പോയിന്റ് ഉണ്ട്, പി എന്ന് പറയുന്ന പോയിന്റ്. ഈ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ഇവിടെ ഒരു യൂണിറ്റ് മാസ്, അതായത് 1 കിലോഗ്രാം മാസിനെ കൊണ്ടുവന്ന് വെക്കുക. ആ 1 കിലോഗ്രാം മാസിൻ്റെ മുകളിലുണ്ടാകുന്ന ഫോഴ്സ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. എനിവേ ആ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് നോക്കിയത്, അല്ലെങ്കിൽ ആ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനാണ് E ഈസ് ഈക്വൽ ടു -gm ഡിവൈഡഡ് ബൈ r² r ക്യാപ്പ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇവിടെ ഫോഴ്സ് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതണ്ടേ? ഫോഴ്സ് ഈക്വൽ ടു F ഈക്വൽ ടു G ഇൻറ്റു ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ r² എന്നല്ലേ. എം കിലോഗ്രാം വെക്കുകയാണെങ്കിൽ, അതേസമയം 1 കിലോഗ്രാം വെക്കുകയാണെങ്കിൽ ആ സ്മോൾ എമ്മിന് വരെ നമ്മൾ എന്താ ഇവിടെ എഴുതാൻ നോക്കിയത്? 1 കിലോഗ്രാം 1 എന്നല്ല എഴുതുക. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ വരെ നോക്കിയതാ? G ക്യാപിറ്റൽ എം സ്മോൾ എമ്മിന് വരെ 1 ഡിവൈഡഡ് ബൈ r². ഈ GM ഡിവൈഡഡ് ബൈ r² ആണ് ആക്ച്വലി എന്ത്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇനി എന്തുകൊണ്ട് നെഗറ്റീവ് സൈൻ r ക്യാപ്പ് ഒക്കെ കൊടുക്കാൻ കാരണം? എന്ത് ഫോഴ്സ് ഉണ്ടാവുക? അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ. അപ്പോൾ എങ്ങോട്ടേക്ക് ഉണ്ടാവുക? ഈ ക്യാപിറ്റൽ എമ്മിൻ്റെ അടുത്തേക്കല്ലേ ഈ 1 കിലോഗ്രാം മാസിനെ എന്ത് ചെയ്യുക? പിടിച്ചിട്ട് അട്രാക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് -gm ഡിവൈഡഡ് ബൈ r² r ക്യാപ്പ്. എനിവേ ഇക്വേഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി E ഈസ് -gm ഡിവൈഡഡ് ബൈ r² r ക്യാപ്പ്. ഇനി മൾട്ടിപ്പിൾ പോയിന്റ് മാസുകൾ ഉണ്ടെങ്കിൽ, അതായത് M1 എന്ന് പറയുന്ന ഒരു മാസ് ഉണ്ടെന്ന് വിചാരിച്ചു, ഈ M2 എന്ന് പറയുന്ന വേറൊരു മാസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ രണ്ട് മാസും കാരണം ഈ കാണുന്ന P എന്ന് പറയുന്ന പോയിന്റിൽ എന്തുണ്ടാവും? ഒരു ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M1 ഉണ്ടാക്കുന്ന ഫീൽഡിന് എങ്ങനെ എഴുതാൻ പറ്റും? gm ഡിവൈഡഡ് ബൈ gm1 ഡിവൈഡഡ് ബൈ r² അല്ലെങ്കിൽ r1². ഓക്കെ, ഏത് ഡയറക്ഷനാ? -r1 ക്യാപ്പ് ഇങ്ങോട്ടേക്ക് ടുവേർഡ്സ് M1. വേറൊന്ന് M2 ഉണ്ടാക്കുന്ന ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M2ൽ നിന്ന് Pയിലേക്കുള്ള റേഡിയസ് വെക്ടർ എത്ര നോക്കിയേ? r2 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ -gm2 ഡിവൈഡഡ് ബൈ r2² r2 ക്യാപ്പ്. ഇത് രണ്ടും കൂടി വെക്ടർ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും എന്തുണ്ടാവുക എന്നറിയാം? ടോട്ടൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാവുക. ഇപ്പോൾ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് പോയിന്റ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ മാസ് ഉണ്ടാക്കുന്ന ഫീൽഡ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. എങ്ങനെ ആഡ് ചെയ്യണം? വെക്ടർ അഡീഷൻ ചെയ്യണം. ഓക്കെ, നോക്കാം നമുക്ക്. ഇനി ഒരു സോളിഡ് സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എർത്ത് ഒരു സോളിഡ് സ്ഫിയർ ആണ്. ഈ സോളിഡ് സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ സോളിഡ് സ്ഫിയർ കാരണം ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിൻ്റെ ഇക്വേഷൻസ് ആണ് എഴുതിയേക്കുന്നത്. നോക്കേ, എർത്തിന് സർഫസിന് പുറത്തുള്ളൊരു പോയിന്റാണ് P എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഈ മാസ് ക്യാപിറ്റൽ എമ്മിൻ്റെ പുറത്തുള്ളൊരു പോയിന്റാണ് P എന്ന് വിചാരിക്കുക. ആ പുറത്തുള്ള പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിൻ്റെ ഇക്വേഷനാണ് ഔട്ട്സൈഡ് -gm ഡിവൈഡഡ് ബൈ r² r ക്യാപ്പ്. ശ്രദ്ധിക്കുക, ഈ r വെക്ടർ എപ്പോഴും എടുത്തേക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയോ? സെൻറ്റർ നിന്നാണ്. ആരുടെ? ഈ മാസിൻ്റെ സെൻറ്റർ നിന്നാണ് r വെക്ടർ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ -gm ബൈ r² r ക്യാപ്പ്. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഞാനൊരു ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഒരു 1 കിലോഗ്രാം മാസ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങോട്ടേക്ക് ഉണ്ടാവും? ടുവേർഡ് ദ സെൻറ്റർ ഓഫ് ദ ക്യാപിറ്റൽ. ഇനി സർഫസിലുള്ള ഫീൽഡിൻ്റെ ഇക്വേഷനാണ് ഈ സർഫസ് ഈക്വൽ ടു -gm ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ r² r ക്യാപ്പ്. ഇപ്പോൾ സർഫസ് ആണ്. അപ്പോൾ ഇതാ ഈ സർഫസ് ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് എങ്ങോട്ട് ഉണ്ടാവുക? ടുവേർഡ്സ് ദ സെൻറ്റർ ആണ്. സംശയമില്ലല്ലോ. എന്താ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ m കിലോഗ്രാം വെക്കുന്നതിന് വരെ എത്ര വെക്കുന്നത്? 1 കിലോഗ്രാം വെക്കുകയെന്ന് വിചാരിച്ചു. ആ 1 കിലോഗ്രാമിൻ്റെ മുകളിലുണ്ടാകുന്ന ഫോഴ്സിനല്ലേ ഫീൽഡ് എന്ന് പറയുക. അത് എങ്ങോട്ടേക്ക് ഉണ്ടാവുക? ടുവേർഡ്സ് ദ സെൻറ്റർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് -gm ഡിവൈഡഡ് ബൈ r². ഇനി ഇൻസൈഡ് ഒരു പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് പോയിന്റിൽ ഇതാ ഈ സോളിഡ് സ്ഫിയറിന് അകത്തൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു 1 കിലോഗ്രാം മാസ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് അഥവാ അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈക്വൽ ടു -gmr ഡിവൈഡഡ് ബൈ r³ r ക്യാപ്പ്. എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക.
ഔട്ട്സൈഡ്, സർഫസിൽ, അതേപോലെ ഇൻസൈഡ്. ഇനി ഇതിൻ്റെ വേരിയേഷൻ നമുക്ക് ഗ്രാഫായിട്ട് വരക്കാൻ പറ്റും. എന്തിൻ്റെ? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി വേഴ്സസ് ആർ വെക്ടർ. ആ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഔട്ട്സൈഡ് ഇൻസൈഡ് ഇത് ഇൻസൈഡാണ് ശരിക്കും. ഓക്കെ, ഇത് ഔട്ട്സൈഡാണ്. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ ക്യാപിറ്റൽ ആറിന് ശേഷം ഇങ്ങോട്ടേക്ക് ഔട്ട്സൈഡാണ്. ക്യാപിറ്റൽ ആറിന് ശേഷം ഇങ്ങോട്ടേക്കുള്ള പോയിന്റുകളൊക്കെ ഔട്ട്സൈഡാണ്. ഇത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇത് ഔട്ട്സൈഡാണ്. അതേപോലെ ആറിന് മുന്നെന്താണ്? ഇൻസൈഡാണ്. അപ്പോൾ ഇൻസൈഡ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ആക്ച്വലി എന്ന് നോക്കിയത് അല്ലേ ഇക്വേഷൻ GmR ഡിവൈഡഡ് ബൈ R ക്യൂബ് അല്ലേ. ആസ് R ഈക്വൽ 0 ആകുമ്പോൾ സ്മോൾ ആർ ഈക്വൽ നമുക്ക് തന്നെ ഇക്വേഷൻ ഇടാം. E inside is equal to മൈനസ് G ക്യാപിറ്റൽ M സ്മോൾ ആർ ഡിവൈഡഡ് ബൈ R ക്യൂബ് ആണ്. അപ്പോൾ സ്മോൾ ആർ ഈക്വൽ 0 ആകുമ്പോൾ സെൻട്രലാണ്. സെൻട്രലിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി 0. ഓക്കെ, സെൻറ്ററിൽ നിന്ന് സർഫസിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുന്നു. പിന്നെ സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറയുന്നു. എങ്ങനെ കുറയുന്നത്? 1/r² ആയിട്ട് കുറയുന്നു. 1/r² ആയിട്ട് കുറയുന്നു. ഇവിടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. എന്തുകൊണ്ട് നെഗറ്റീവ് ഈ ക്വാഡ്രന്റിൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് സൈൻ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഡ്യൂ ടു ഹോളോസ്ഫിയർ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഹോളോസ്ഫിയർ എന്നാണ് അകത്ത് ഉള്ളു പൊള്ളായിട്ടുള്ള സ്ഫിയർ ആണെന്ന് വിചാരിച്ചു. ആ സ്ഫിയറിൻ്റെ പുറത്തുള്ള സർഫസിലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് നത്തിങ് ബട്ട് സെയിം ആസ് E out is equal to മൈനസ് GM ഡിവൈഡഡ് ബൈ R². ഓക്കെ, ആൻഡ് ഈ സർഫസിൽ പിന്നെ മൈനസ് GM ഡിവൈഡഡ് ബൈ R², ക്യാപിറ്റൽ R², R ക്യാപ്പ്. ഇൻസൈഡ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് 0. ഇവിടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇൻസൈഡ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ്? 0 ആണ്. ഔട്ട്സൈഡ് എന്താണ്? ഇറ്റ് ഈസ് 1/r² ഗ്രാഫാണ് ഉണ്ടാവുക. ഓക്കെ ഗൈസ്, നമുക്കിനി ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ. ഒരു ക്വസ്റ്റ്യൻ, എ ബോഡി ഓഫ് മാസ് 60 gram എക്സ്പീരിയൻസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് 3 Newton when placed at a particular point. The magnitude of the gravitational field intensity at that point is. ആ പോയിന്റിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു 60 gram എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇപ്പോൾ ഒരു പോയിന്റിൽ ഒരു 60 gram വെച്ചപ്പോൾ അതിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് 3 Newton. അപ്പോൾ F ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? 3 Newton എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് ഇപ്പോൾ ഈ F ആരുടെ മുകളിലുള്ള ഫോഴ്സാണ്? ഫോഴ്സ് ഓൺ 60 gram ആണെന്ത്? F. എന്താ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫോഴ്സ് ഓൺ 1 kilogram അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ചെയ്താൽ പോരെ. M കിലോഗ്രാമിൻ്റെ മുകളിൽ അല്ലെങ്കിൽ M ഗ്രാമിൻ്റെ 60 ഗ്രാമിൻ്റെ മുകളിലുള്ള ഫോഴ്സാണ് 3 Newton. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാമിൻ്റെ മുകളിലുള്ള ഫോഴ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? F ഡിവൈഡഡ് ബൈ M. ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാമിൻ്റെ മുകളിലുള്ള ഫോഴ്സാണ്. അപ്പോൾ 3 divided by 60 ഗ്രാമിലാണ്. അത് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 60 × 10⁻³ യു വിൽ ഗെറ്റ് 30 divided by 60 അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് 50 Newton per kilogram എന്ന് കിട്ടും. സോ ഓപ്ഷൻ വിൽ ബി ബി. ഓക്കെ, അപ്പോൾ ഫോഴ്സ് തന്നു കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? ഫീൽഡ് കാണാൻ പറ്റും. എങ്ങനെ? ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ചെയ്താൽ മതി. ഈക്വൽ ടു F/m. നോക്കടാ, നെക്സ്റ്റ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. Gravitational potential energy of a body at a point is defined as negative of work done by gravitational force in slowly bringing the body from the infinity to that point. For example, ഇവിടെ നോക്കിയേ, ഇവിടെ ഓൾറെഡി M1 എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ M1ൻ്റെ അടുത്തേക്ക് എന്തിനെ കൊണ്ടുവരണേ? M2 എന്ന് പറയുന്ന വേറൊരു ബോഡിനെ കൊണ്ടുവരണേ. ആ ബോഡിനെ എവിടുന്ന് കൊണ്ടുവരുന്ന അറിയാം? ഇറ്റ്സ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി. ഓക്കെ, അങ്ങനെ ഇൻഫിനിറ്റിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഇൻഫിനിറ്റി കൊണ്ടുവരാൻ വേണ്ട വർക്ക് എത്രയാണോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക്, അതിൻ്റെ നെഗറ്റീവ്, അതാണ് ഈ എക്സ്പ്രഷൻ കാണിക്കുന്നത്. U ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു R F.dr. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇൻഫിനിറ്റി. എവിടെ വരെ കൊണ്ടുവരണേ? ഈ R എന്ന് പറയുന്ന പോയിന്റ് വരെ. ഓക്കെ, F.dr നിങ്ങൾക്ക് വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷനാണ് ഇൻ്റഗ്രൽ F.dr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ F.dr ചെയ്യുന്നു. എന്നിട്ട് ഇത് ഇവിടെ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അങ്ങനെ അതിന് നെഗറ്റീവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണെന്ത്? പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി ഇപ്പോൾ 2 മാസ് ആണെന്നുണ്ടെങ്കിൽ M1 ഓൾറെഡി ഇവിടെ ഫിക്സ് ചെയ്യുന്നു. വി ഹാവ് അനദർ മാസ് M2. ദാറ്റ് M2 ഈസ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിന്ന് ഒരു R ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ട വർക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ഇവർക്ക് ദ വാല്യൂ കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U ഈക്വൽ ടു മൈനസ് G M1 M2 ഡിവൈഡഡ് ബൈ R ആണ്. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഇപ്പോൾ 2 മാസുകൾ M1 M2 2 മാസുകൾ ഒരു R സെപ്പറേഷനിൽ നിൽക്കുകയാണെങ്കിൽ അവരുടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനാണ്. അപ്പോൾ എന്താ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ ബൈ
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിനെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്ര വർക്ക് ചെയ്തിട്ടുണ്ടോ ആ വർക്കിന് എന്ത് ചെയ്താൽ മതി, നെഗറ്റീവ് ഇട്ടാൽ മതി. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മാത്തമാറ്റിക്കൽ ഫോമുലയാണ് ഈ പറഞ്ഞത് മൈനസ് എഫ് ഡോട്ട് ഡി ആർ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എനിവേ രണ്ട് ഒബ്ജക്റ്റുകളാണെങ്കിൽ വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് GM1m2 ഡിവൈഡഡ് ബൈ സ്മോൾ ആർ. നോക്കുക ഇനി വേറെ സംഗതി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് മാസസ് ഈസ് ആൾസോ ഡിഫൈൻഡ് ആസ് വർക്ക് ഡൺ ടു അസംബിൾ ദ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ ഇവിടെ 2 മാസ് അല്ല, പകരം 4 മാസുകളുണ്ട്. ഓക്കെ, 4 മാസുകളുണ്ട്. M1 ഉണ്ട്, M2 ഉണ്ട്, M3 ഉണ്ട്, അതേപോലെ M4 ഉണ്ട്. ഈ 4 മാസിന് ഞാൻ ഒരു പർട്ടിക്കുലർ ഒരു സ്ക്വയറിൻ്റെ മുകളിൽ വെച്ച് വിചാരിച്ചു, ആൻഡ് ദിസ് ഡിസ്റ്റൻസ് സ്മോൾ ആർ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിന് ഇവിടെ അസംബിൾ ചെയ്യാൻ എത്ര വർക്ക് ചെയ്തോ ആ വർക്കിനെ നമുക്ക് എന്തായിട്ട് എടുക്കാൻ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് അറിയും. ഈ ഒരു സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ ഓരോരോ നോക്കി ഈ സിസ്റ്റം അസംബിൾ ചെയ്യാൻ വേണ്ട വർക്ക്. ഈ സിസ്റ്റം അസംബിൾ ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ മാസിനെ M1 മാസിനെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരണം ഇൻഫിനിറ്റി. പിന്നെ ഏത് മാസിനെ കൊണ്ടുവരുന്നത്, M2 എന്ന് പറയുന്ന മാസിനെ. അപ്പോൾ M2 കൊണ്ടുവരുമ്പോൾ ഓൾറെഡി ഇവിടെ എന്തുണ്ടാവും, M1 ഉണ്ടാവും. പിന്നെ M3 എന്ന് പറയുന്ന മാസിനെ, പിന്നെ M4 എന്ന് പറയുന്ന മാസിനെ. ഈ ഓരോരുത്തരും 1 by 1 ആയിട്ട് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി വർക്ക്, ആ വർക്കെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ ചെയ്താൽ മതി. M1 M2 എന്ന് പറയുന്ന 2 മാസുകൾ, അവരിടയിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് എന്തെന്ന് അറിയോ, -GM1M2 ഡിവൈഡഡ് ബൈ R അല്ലേ. പിന്നെ ഏതൊക്കെ പേരുകളുള്ളത് നോക്കിയേ, M2 M3 എന്ന് പറയുന്ന പേരില്ലേ, അതേപോലെ M3 M4 എന്ന് പറയുന്ന പേരില്ലേ. ഓക്കെ, M3 M4 എന്ന് പറയുന്ന പേരും കാണാൻ പറ്റും, M1 M4 എന്ന് പറയുന്ന പേര് കാണാൻ പറ്റും. ഈ ഓരോ പേയേഴ്സ് കണ്ടുപിടിക്കുക. ഈ ഓരോ പേയേഴ്സിന് എടുക്കുന്ന പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ. ഇനി നോക്കിയേ, M2 M3 കിടക്കുന്നത് ഇങ്ങനെ എഴുതാം, -GM2 M3 ഡിവൈഡഡ് ബൈ R. അതേപോലെ ഇതിനടുത്തത് -GM3 M4 ഡിവൈഡഡ് ബൈ R. ആൻഡ് ലാസ്റ്റ് പേര് -GM1 M4 ഡിവൈഡഡ് ബൈ R. ഇനിയുണ്ട് പേരുകൾ ഏതൊക്കെയാണെന്ന് അറിയുക. M4 M2 ഒരു പേരാണ്, M1 M3 വേറൊരു പേരാണ്. അപ്പോൾ ഇവരുടെ പൊട്ടൻഷ്യൽ എനർജി എഴുതുമ്പോൾ എങ്ങനെ എഴുതണം നമുക്ക്, GM1 M3 ഡിവൈഡഡ് ബൈ, അവിടെ റേഡിയസ്, അവിടെ ഡിസ്റ്റൻസ് R അല്ല, പകരം √2 R ആണ്. നിങ്ങൾക്ക് സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ √2 R. അതേപോലെ തന്നെ ലാസ്റ്റ് പേര് GM2 M4 ഡിവൈഡഡ് ബൈ √2 R. അപ്പോൾ ഇതാണ് എന്ത്, പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള പിന്നെ മെത്തേഡ്. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് തരികയാണെന്നുണ്ടെങ്കിൽ, 2-ലധികം മാസുള്ള ഒരു സിസ്റ്റം തരികയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പെയറുകൾ കണ്ടുപിടിക്കുക, ഓരോ പെയറിൻ്റെ പൊട്ടൻഷ്യൽ എനർജികൾ എന്തെങ്കിലും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വർക്ക് ഡൺ ടു അസംബിൾ ദ സിസ്റ്റം. ആ സിസ്റ്റത്തിന് അസംബിൾ ചെയ്യാൻ വേണ്ട എക്സ്റ്റേണൽ വർക്ക് എന്താണോ ദാറ്റ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ. ഡെഫിനിഷൻ നോക്കിയാൽ നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ടു മൂവ് സ്ലോലി എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. നേരത്തെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞ ഒരു M മാസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എനർജി വർക്ക് ഡൺ. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് മാസിനെ ഇൻഫിനിറ്റി എന്നൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വർക്കിനെയാണ് എന്ത് വിളിക്കുക, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുക. ഇനി പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് മാസ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ അഗെയിൻ എന്തിനാ ഇക്വേഷൻ വരെ, V ആണ് ഇവിടെ എക്സ്പ്രഷൻ കൊടുക്കുക. V ഈക്വൽ ടു നോക്കിയേ വർക്ക് ഡൺ അല്ലേ, വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. പക്ഷേ ഇവിടെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നോക്കി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. കാരണം യൂണിറ്റ് മാസിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനല്ലേ പിന്നെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയാം. ഇലക്ട്രിക് ഫീൽഡ് അല്ല, സോറി, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്തും എന്ത് വരും, ഇതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് വരും. അതുകൊണ്ടാണ് ഓക്കെ. എനിവേ പിന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -∞ to R E ഡോട്ട് dr. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് മാസ് ആണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് മാസിൽ നിന്ന് R ഡിസ്റ്റൻസ് വിടുകയാണെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അവസാനത്തെ എക്സ്പ്രഷനാണ് V ഈക്വൽ ടു -GM ഡിവൈഡഡ് ബൈ R. അപ്പോൾ പൊട്ടൻഷ്യൽ എക്സ്പ്രഷനാണ് -GM/R. നിങ്ങൾക്കറിയാം ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, -GM ഡിവൈഡഡ് ബൈ R² R⁻. ഫീൽഡ് വാസ് വെക്റ്റർ, പൊട്ടൻഷ്യൽ പക്ഷേ എന്താണ്, സ്കേലാർ ആണ്. നോക്കുക നോക്ക് ഇനി ഇതേപോലെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു മൾട്ടിപ്പിൾ പോയിന്റ് മാസുകൾ, ഒന്നിലധികം പോയിന്റ് മാസ് ഉണ്ടെങ്കിൽ വാട്ട് ഇസ് എ പൊട്ടൻഷ്യൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു പോയിന്റ് എന്ന് വിചാരിച്ചു, ഈ കാണുന്ന പോയിന്റ് O എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കും. ഇതൊരു സ്ക്വയർ ആണ്, ആ സ്ക്വയറിന്റെ 4 കോർണേഴ്സിലും എന്തുണ്ട്, M മാസുകളുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് എ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് O എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു ഈസ്, ഈ ഇനീഷ്യലി ഒരു മാസ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ, രണ്ടാമത്തെ മാസ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ, മൂന്നാമത്തെ മാസ് ഉണ്ടാക്കുന്ന ഓരോ മാസുകളും ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലുകളെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി.
സോ ദ ടോട്ടൽ പൊട്ടൻഷ്യൽ വിൽ ബി വി ഈക്വൽ ടു നോക്കിയേ ഒരു മാസ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ അല്ലേ മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എത്രയും വരിക എന്നറിയോ? മൊത്തം നോക്കിയതാ ഇത് മുതൽ ഇതുവരെ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഡയഗണലാണ് ശരിക്കും എന്ത് വരിക? √2r. ഓക്കെ, ആ √2r പകുതി എന്ന് പറയുമ്പോൾ എത്ര വരിക എന്നറിയോ? r/√2. അതാണ് ഇവിടെ മുതൽ ഇവിടെ വരെ ഡിസ്റ്റൻസ്. ഇതാ ഈ കാണുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ r/√2 അപ്പോൾ മൈനസ് ജി എം ഡിവൈഡഡ് ബൈ r/√2 അത് തന്നെയല്ലേ രണ്ടാമത്തെ ഈ എം ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും വരിക. ഓക്കെ, അത് തന്നെയാണ് ഇയാളിവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ, അത് തന്നെയാണ് ഇയാളിവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ സ്കാലാർ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്താൽ സിമ്പിൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇൻറ്റു എന്ത് കൊടുത്താൽ മതി ശരിക്കും അറിയോ? ഇൻറ്റു 4. കാരണം ഓരോ മാസും ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടോട്ടൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദിസ് പോയിന്റ് മാസസ്. അപ്പോൾ പറഞ്ഞത് ഒരു ഒന്നിലധികം മാസുകൾ ഉണ്ടെങ്കിൽ ആ മാസുകളെല്ലാം കൂടി ഉണ്ടാക്കുന്ന ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഓരോ ഇൻഡിവിജ്വൽ മാസ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ വെക്ടർ അഡീഷൻ ഒന്നുമില്ല, സിമ്പിളി ആഡ് ചെയ്യുക. കാരണം സ്കാലാർ ആണ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ സ്കാലാർ ആണ്. സിമ്പിളി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. നോക്കുക ഇനി പൊട്ടൻഷ്യൽ ഡ്യൂ ടു സോളിഡ് സ്ഫിയർ. നേരത്തെ നമ്മൾ ഫീൽഡ് ഡ്യൂ ടു സോളിഡ് സ്ഫിയർ പറഞ്ഞ പോലെ തന്നെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു സോളിഡ് സ്ഫിയർ ആണെന്ന് സോളിഡ് സ്ഫിയറിന്റെ ഔട്ട് സൈഡിലെ പൊട്ടൻഷ്യലാണ് മൈനസ് ജി എം ബൈ ആർ. സർഫസിലെ പൊട്ടൻഷ്യലാണ് മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ. ഇൻസൈഡ് പൊട്ടൻഷ്യൽ ഒരു എക്സ്പ്രഷൻ ആണ് ഇത് മൈനസ് ജി എം ബൈ 2r³ × 3r² മൈനസ് സ്മോൾ r². ഒരു ഈ എക്സ്പ്രഷൻ ഓർത്ത് വെക്കുക. ഇനി ഇതിന്റെ ഗ്രാഫാണ്. അഗെയിൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണ്. ദെർഫോർ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനൊരു ഗ്രാഫ് കിട്ടുക. അപ്പോൾ ഈ ഗ്രാഫുകളൊക്കെ നിങ്ങൾ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ഉണ്ടാവും. ഇനി നമുക്ക് സർഫസിലെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണ് മൈനസ് ജി എം ബൈ ആർ. ഇനി ഈ പോയിന്റിൽ ഇൻസൈഡ് അല്ലെങ്കിൽ സെന്ററിൽ സെന്ററിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സെന്റർ കാണാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ? സെന്ററിലെ പൊട്ടൻഷ്യലാണ്. സെന്ററിൽ എത്തുമ്പോൾ സ്മോൾ ആറിന്റെ വാല്യൂ എത്ര വരിക നോക്കിയാൽ 0 അല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ വിൽ ഗെറ്റ് ദ വാല്യൂ ജി എം ഡിവൈഡഡ് ബൈ 2r³ ഇൻറ്റു 3r². or it is nothing but the negative sign ഉണ്ടാവും minus 3/2 gm divided by r. 3/2 gm divided by r. Okay, v center equal to minus 3/2 gm divided by r. അപ്പോൾ ഇതൊക്കെയാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു സോളിഡ് സ്ഫിയർ. ഇതേപോലെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഹോളോ സ്ഫിയർ. അപ്പോൾ അതിനർത്ഥം പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഹോളോ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ സ്ഫിയറിൻ്റെ ഈ പറഞ്ഞ പോയിന്റിലേക്ക്, ഇപ്പോൾ ഔട്ട് സൈഡിലൊരു പോയിന്റിലെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ട് സൈഡ് പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് മാസിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക്, എവിടുന്ന് കൊണ്ടുവരാൻ? ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ട വർക്ക്. ആ വർക്കാണ് എത്ര? മൈനസ് ജി എം ബൈ ആർ. സർഫസിൽ മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ. എന്നാൽ സർഫസിലേക്ക് ഒരു യൂണിറ്റ് മാസിനെ കൊണ്ടുവരാൻ വേണ്ട വർക്കാണ് എത്ര? മൈനസ് ജി എം ബൈ ആർ. അതേപോലെ തന്നെ ഹോളോസ്ഫിയറിന് അകത്തുള്ളൊരു പോയിന്റാണ് പി. ആ പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് മാസിനെ കൊണ്ടുവരാൻ വേണ്ട വർക്കാണ് മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ. അപ്പോൾ നമുക്ക് സർഫസിലുള്ള അതേ പൊട്ടൻഷ്യൽ തന്നെയാണ് എവിടെയും വരിക? ഇൻസൈഡും വരിക. ഓക്കെ, ആൻഡ് ഇസ് എക്സ്പ്രഷൻ ഈസ് ലൈക്ക് ദിസ്. കാരണം ഇൻസൈഡ് നോക്കിയാൽ സെൻട്രലാണെങ്കിലും ശരി സർഫസിലാണെങ്കിലും ശരി പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ഇൻസൈഡ് ഹോളോസ്ഫിയർ ദ പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് മൈനസ് ജി എം ബൈ ആർ. അപ്പോൾ ഈ എക്സ്പ്രഷനൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, first one, at what height from the surface of earth gravitational potential and value of g are minus 5.4 into 10⁻⁷ and 6 meter per second square respectively. Take the radius of earth as 6400 kilometer. Okay da. At what height from the surface of earth gravitational potential and value of r, value of g, and potential value minus the v equal to minus 5.4 into 10⁻⁷. അതേപോലെ തന്നെ ജീൻ്റെ വാല്യൂ എത്ര ആവണം? 6 meter per second square. ഇങ്ങനെ ആവണമെങ്കിൽ ഏത് ഹൈറ്റിലാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കി ഈ രണ്ട് റിലേഷനും, അതായത് വിൻ്റെ വാല്യൂ ഇതാണ്, ജീൻ്റെ വാല്യൂ ഇതാണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി ഇത് എർത്ത്. ഓക്കെ, എർത്തിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റ്, പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കോ, ഇതാ ഇവിടെ നോക്കാം. നമുക്ക് എർത്താന്ന് വിചാരിച്ചു. ഈ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് 6. നമുക്കറിയാം ഇത് മുതൽ ഈ സെൻറ്റർ മുതൽ
സർഫസ് വരെ റേഡിയസ് ക്യാപിറ്റൽ ആർ ഉണ്ട്. മൊത്തം പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് എന്തെടുക്കാം, എച്ച് എടുക്കാം. ഓക്കെ, മൊത്തം ഡിസ്റ്റൻസ് ഞാൻ എന്താക്കി എടുക്കുന്നത്, സ്മോളർ ആക്കിയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ദ പി എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റിലുള്ള ജീന്റെ വാല്യൂ നോക്കി. എർത്തിന്റെ സർഫസിൽ നിന്ന് അറ്റ് വാട്ട് ഹൈറ്റ് ഫ്രം ദ സർഫേസ് ഓഫ് എച്ച് കണ്ട, അറ്റ് വാട്ട് ഹൈറ്റ് ഫ്രം ദ സർഫേസ് ഓഫ് എർത്ത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് വാല്യൂ ഓഫ് ജി. പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഇത്ര ആവണം, ജിന്റെ വാല്യൂ ഇത്ര ആവണം. അങ്ങനെയാണ് വാട്ട് ഇസ് ദ ഹൈറ്റ് എച്ച് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ശരിക്കും? വി ഈക്വൽ ടു മൈനസ് ജി എം ഡിവൈഡഡ് ബൈ സ്മോൾ ആർ അല്ലേ? ഇതെന്താ ശരിക്കും ഒരു സോളിഡ് സ്ഫിയർ അല്ലേ? സോളിഡ് സ്ഫിയറിന്റെ ഔട്ട്സൈഡ് പോയിന്റിലെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണ് മൈനസ് ജി എം ബൈ ആർ. ഇനി അതിൻ്റെ എക്സ്പ്രഷനാണ്, അതിൻ്റെ വാല്യൂ ആണ് -5.4 ഇൻറ്റു 10⁻⁷ എന്ന് പറഞ്ഞത്. വേറൊന്ന് ജീൻ്റെ ഇക്വേഷൻ, ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അതിൻ്റെ ഇക്വേഷനാണ് എത്ര, 6 എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് നോക്കി ഈ രണ്ട് സംഭവം ഉപയോഗിച്ച് നമുക്ക് എന്ത് കാണാൻ പറ്റും, സ്മോൾ ആർ എത്ര എന്ന് കിട്ടൂലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡിവൈഡഡ് ബൈ ജി ചെയ്ത് കഴിഞ്ഞാൽ എന്താ നോക്കിയേ, ജി എം, ഞാൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നത്, ജി എം ബൈ ആർ ഡിവൈഡഡ് ബൈ ജി എം ബൈ ആർ സ്ക്വയർ ചെയ്താൽ യു വിൽ ഗെറ്റ് സ്മോൾ ആർ എന്ന് കിട്ടും. ഓക്കെ, റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ ആർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആർ ഈക്വൽ ടു ശരിക്കും എന്താ നോക്കിയത്, ആർ കിട്ടും. എന്താ വി ബൈ ജിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ, വിൻ്റെ വാല്യൂ ഇതല്ലേ 5.4 അല്ലേ, ജിൻ്റെ വാല്യൂ 6 അല്ലേ. അപ്പോൾ നോക്കൂ 5.4 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 10⁻⁷ ഈക്വൽ ടു ആർ. ഇത്ര 5.4 ബൈ 6 എന്ന് പറയുമ്പോൾ എത്ര വരെ നോക്കിയാൽ 0.9 ഇൻറ്റു 10⁻⁷ മീറ്റർ. 0.9 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 9,000 കിലോമീറ്റർ. ഓക്കെ, ഈ 9,000 കിലോമീറ്റർ എവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ശരിക്കും അറിയുക, ഈ സെൻറ്റർ മുതൽ പി വരെ ഡിസ്റ്റൻസ് ആണ് 9,000 കിലോമീറ്റർ. ആ 9,000 കിലോമീറ്ററിന് എത്ര മൈനസ് ചെയ്യണം, റേഡിയസിൻ്റെ വാല്യൂ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, എച്ച് കിട്ടൂലേ. എത്ര കിട്ടും, 9,000 മൈനസ് 6,400 ചെയ്താൽ യു വിൽ ഗെറ്റ് 9,000 മൈനസ് 6,400 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2,600 കിലോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 2,600 കിലോമീറ്റർ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നോക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്. പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്, ജീൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ -5.4 ഇൻ 10⁻⁷ ആണ്, ജീൻ്റെ വാല്യൂ 6 ആണ്. ഇവിടെ എർത്തിൻ്റെ സർഫസിൽ നിന്നൊരു പർട്ടിക്കുലർ ഹൈറ്റിൽ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സർഫേസ് ഓഫ് എർത്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർ പ്ലസ് എച്ച് എടുക്കാതെ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, -GM/r എടുത്തു. ഇവ ജിക്ക് GM/r സ്ക്വയർ കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ എടുക്കുക. റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ രീതിയിൽ എന്തിൻ്റെ വാല്യൂ കിട്ടും, റേഡിയസ് കിട്ടും, സോറി ഹൈറ്റ് കിട്ടും. ഓക്കെ, നോക്കുക വേറൊരു ക്വസ്റ്റ്യൻ. ഫ്രം ദ സോളിഡ് സ്ഫിയർ ഓഫ് എ മാസ് ക്യാപിറ്റൽ M, റേഡിയസ് r, a spherical portion of the radius r/2 is removed. As shown in the figure, taking the gravitational potential V equal to 0 at the surface at r equal V equal to 0 at r equal to infinity. Okay, taking the gravitational potential V equal to 0 at r equal to infinity. The potential at the center of the cavity thus formed is. എന്ന് പറഞ്ഞാൽ ഇതാണ് ക്വസ്റ്റ്യൻ. 2015 വന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കട്ടാ, ഒരു പിന്നെ മാസ് ഉണ്ട്, ക്യാപിറ്റൽ M ഇതാണ്. ഓക്കെ, ഈ ക്യാപിറ്റൽ M മാസ് ഉണ്ട്, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. ഓക്കെ, അതിനകത്തുനിന്ന് ഒരു ക്യാവിറ്റി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ r/2 റേഡിയസിലുള്ള കുറച്ച് ഭാഗം റിമൂവ് ചെയ്തു. സോ ദർ ഇസ് എ ക്യാവിറ്റി ഈസ് ക്രിയേറ്റഡ്. ഈ ക്യാവിറ്റിയുടെ സെൻറ്ററിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശരിക്കും നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതല്ലേ വലിയ മാസ് അല്ലേ? ഈ മാസ് കാരണം ഈ മാസിൽ നിന്ന് ഈ പറഞ്ഞ പോയിന്റ് ഇല്ലേ, പി എന്ന് പറയുന്ന പോയിന്റ്, ഈ പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ശരിക്കും എത്ര, r/2 അല്ലേ? ഇത് ശരിക്കും എന്തൊരു സോളിഡ് സ്ഫിയർ അല്ലേ? ഈ സോളിഡ് സ്ഫിയറിന്റെ അകത്തുള്ളൊരു പോയിന്റ് അല്ലേ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അകത്തുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ r/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താ നോക്കിയേ, വി ഇൻസൈഡ്, നമുക്ക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. വി ഇൻസൈഡ്, വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ? വി ഇൻസൈഡ് എ സോളിഡ് സ്ഫിയർ ഈക്വൽ ടു -GM ഡിവൈഡഡ് ബൈ 2r³ ഇൻറ്റു 3r² മൈനസ് സ്മോൾ r സ്ക്വയർ. ഇവിടെ സ്മോൾ r ആണ് എന്ത്, r/2. therefore you will get -GM/2r³ ഇൻറ്റു 3r² മൈനസ് r² എന്ന് പറയുമ്പോൾ r² ഡിവൈഡഡ് ബൈ 4.
Okay, you will get the value V inside equal to, okay, minus gm divided by 2r cube into 3r square minus r square by 4, r square into common ആക്കി വെച്ച് കഴിഞ്ഞാൽ 3 minus 1 by 4, 3 into 4 12 minus 1 11 by 4. Anyway, you will get V inside equal to minus 11 by 8 gm divided by r. ഇത് എവിടുത്തെ പൊട്ടൻഷ്യലാണ്? ഈ പറഞ്ഞ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ. ഞാൻ ക്യാവിറ്റി റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ഈ മൊത്തം ഈ സ്ഫിയർ കാരണം ഈ അകത്തുള്ള പോയിന്റിലെ പൊട്ടൻഷ്യലിലെ വാല്യൂ ആണ് അത്രേ ഇത്. ഇനി നോക്കുക, ക്യാവിറ്റി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇയാളുടെ റേഡിയസ് നമുക്കറിയാം. ഇയാളുടെ റേഡിയസ് എത്ര നോക്കി? r/2 അല്ലേ? ഇതവിടെ റേഡിയസ് r/2 ആണ്. അപ്പോൾ ഈ r/2 റേഡിയസിലൊരു സ്ഫിയർ അല്ലേ കട്ട് ചെയ്ത് ഒഴിവാക്കിയത്. അപ്പോൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മൊത്തം സ്ഫിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ്. ആ സ്ഫിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ത് മൈനസ് ചെയ്താൽ മതി? ഈ r/2 റേഡിയസിലെ ചെറിയൊരു സ്ഫിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പോയിന്റിൽ എന്ത് കിട്ടും? നമുക്ക് പൊട്ടൻഷ്യൽ കിട്ടും. അപ്പോൾ വലിയ സ്ഫിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ് എഴുതിയേക്കുന്നത് -11/8 gm/r. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഈ ചെറിയ സ്ഫിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ നമ്മൾ മൈനസ് ചെയ്യണം. ചെറിയ സ്ഫിയറിൻ്റെ പ്രത്യേകത നോക്കിക്കോ. ചെറിയ സ്ഫിയറിൻ്റെ പ്രത്യേകത, ചെറിയ സ്ഫിയറിൻ്റെ മാസ് എത്ര എന്നാണ്? മാസ് നമുക്കറിഞ്ഞൂടെ, എന്താ പറയുക? റേഡിയസ് അറിഞ്ഞൂടെ? ഓക്കെ, ഇതാണ് ചെറിയ സ്ഫിയർ എന്ന് വിചാരിച്ചോ. ഈ ചെറിയ സ്ഫിയറിൻ്റെ റേഡിയസ് ഈസ് r/2. ആ സ്ഫിയറിൻ്റെ സെൻറ്ററിലുള്ള പോയിന്റാണ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കിയതാ, ആ സ്ഫിയറിൻ്റെ സെൻറ്ററിലുള്ള പോയിന്റ് അല്ലേ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഡിയസ് r/2. മാസ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്? ഇയാളുടെ മാസിന് തൽക്കാലം ഒരു m' നിൽക്കുന്നത്. ഇയാളുടെ മാസ് എത്ര എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ നോക്കിയേ, ഈ ചെറിയ സ്ഫിയറിൻ്റെ ഡെൻസിറ്റിയും ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന ചെറിയ സ്ഫിയറിൻ്റെ ഡെൻസിറ്റിയും ഈ വലിയ സ്ഫിയറിൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m ഡിവൈഡഡ് ബൈ വിയും m' ഡിവൈഡഡ് ബൈ v' എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ m ഡിവൈഡഡ് ബൈ 4/3 pi r ക്യൂബ് ഈക്വൽ ടു m' ഡിവൈഡഡ് ബൈ 4/3 pi r/2 ദ ഹോൾ ക്യൂബ്. എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും m' ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടുമെന്ന് അറിയോ? m ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. അപ്പോൾ ശരിക്കും ഇയാളുടെ മാസ് എത്രയാണ്? മൊത്തം വലിയ സ്ഫിയറിൻ്റെ എത്രയാണ്? 1/8 പോർഷൻ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിടാ. ഇനി ആ സ്ഫിയർ, അപ്പോൾ നോക്കി m/8 മാസുള്ളൊരു സ്ഫിയറിൻ്റെ സെൻറ്ററിലെ പോയിന്റിലെ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V സെൻറ്റർ ഈക്വൽ ടു, ഞാൻ പറഞ്ഞു സെൻറ്റർ ഓഫ് ദ സ്ഫിയർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ -3/2 g m' ഡിവൈഡഡ് ബൈ r' -3/2 g m/8 r/2. നോക്കി, 8/2 4 ആണ്, 4 into 8 ആണ്, -3/8 gm/r. ഓക്കെ, ഇത് അവിടുത്തെ പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഈ ചെറിയ സ്ഫിയർ, ഈ കട്ട് ചെയ്ത സ്ഫിയർ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ അറ്റ് പി എന്ന് പറയുന്ന പോയിന്റിൽ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നോക്ക് പൊട്ടൻഷ്യൽ ഇപ്പോൾ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ സ്ഫിയർ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ത് മൈനസ് ചെയ്യണം? Vm' ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ മൈനസ് ചെയ്യണം. വലിയ സ്ഫിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിൽ നിന്ന് ഈ ചെറിയ സ്ഫിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ അങ്ങോട്ട് കുറക്കണം. അപ്പോൾ വലിയ സ്ഫിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഇതാണ് നമുക്ക് കിട്ടിയത്, -11/8 gm/r മൈനസ് പ്ലസ് ആവും 3/8 gm ഡിവൈഡഡ് ബൈ r. യു വിൽ ഗെറ്റ് ഓക്കെ -11 + 3 -8 കിട്ടും. യു വിൽ ഗെറ്റ് -gm ഡിവൈഡഡ് ബൈ r എന്ന് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. സോ ഓപ്ഷൻ യു വിൽ ഗെറ്റ് ദ ഓപ്ഷൻ ഡി ആയിരിക്കും വരും. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു, അല്ലെങ്കിൽ ഒരു വലിയ സ്ഫിയറിനകത്ത് ചെറിയ ക്യാവിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ക്യാവിറ്റിയുടെ സെൻറ്ററിലുള്ള പൊട്ടൻഷ്യലാണ് ഇസ് ഈക്വൽ ടു -gm ഡിവൈഡഡ് ബൈ r. അപ്പോൾ ചെയ്ത മെത്തേഡ് മനസ്സിലാക്കുക. വലിയ സ്ഫിയറുടെ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ കാണുന്നത്, അതിനകത്തുനിന്ന് ഈ ചെറിയ സ്ഫിയർ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. എവിടുത്തെ പൊട്ടൻഷ്യൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ പറഞ്ഞ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ. ഓക്കെ, ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ. A body of mass m is placed on the earth's surface, is taken to a height of h equal to 3r. Then the change in gravitational potential energy is. Gravitational potential energy ഉണ്ടാവുന്ന ചേഞ്ച് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് m is placed on the surface of earth. എർത്തിൻ്റെ സർഫസിലാണ് ഇനീഷ്യലി പാർട്ടിക്കിൾ ഉള്ളത്. ഓക്കെ, സോ എർത്തിൻ്റെ സർഫസ് ആണെന്ന് വിചാരിച്ചു. ഇവിടെയാണ് ഇനീഷ്യലി പാർട്ടിക്കിൾ ഉള്ളത്. ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് പാർട്ടിക്കിൾ എടുക്കുന്നത്? ടു എ ഹൈറ്റ് h is equal to 3r. അപ്പോൾ ഈ ഹൈറ്റ് വന്നിട്ടുണ്ട് ഈക്വൽ ടു 3r ആണ്. ഇനീഷ്യലി ദ പാർട്ടിക്കിളിൻ്റെ മാസ് സ്മോൾ എം എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് എർത്താണ്, എർത്തിൻ്റെ മാസ് എം ഇ എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ക്യാപിറ്റൽ എം എന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈറ്റ് h ഈക്വൽ ടു 3r മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, സർഫസിൽ നിന്ന് ഒരു 3r ഹൈറ്റ് മുകളിലാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയാണ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി.
ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. നിങ്ങൾക്കറിയാം ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ, രണ്ട് മാസുകൾ നോക്കി, ഈ സ്മോൾ എം ഇവിടെ, ക്യാപിറ്റൽ എം എർത്ത് ഇവിടെ. ഈ സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസ് നോക്കിയാൽ ഇതുവരെ 3r, ഏതുവരെ, സർഫസ് വരെ 3r. അവിടുന്ന് പിന്നെ സെൻട്രലിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര ഉണ്ടാവും, 6. യു വിൽ ഗെറ്റ് ടോട്ടൽ 4r. ഓക്കെ, മൈനസ് അടുത്തത് ഈ സെൻട്രൽ സർഫസിൽ നിൽക്കുകയാണെങ്കിൽ മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ സെൻട്രലിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര വരെ, 6 അല്ലേ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ്. സോ വിച്ച് ഈസ് ഈക്വൽ ഡെൽറ്റ യു ഈക്വൽ ടു ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ 6 കോമൺ ആക്കി വെക്കുന്നത്. ബാക്കി 1 മൈനസ് 1/4, 4 മൈനസ് 1 3/4 ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. എന്തിൻ്റെ വാല്യൂ, പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ്. ഓക്കെ, പക്ഷെ ഇത് ഇങ്ങനെയല്ല എക്സ്പ്രഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ സംഭവം എത്രയേ ഉള്ളൂ, എർത്തിൻ്റെ സർഫസിൽ നിന്നൊരു എച്ച് ഹൈറ്റ് മുകളിൽ, എച്ച് എത്ര, 3r ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസിൽ നിന്ന് സ്മോൾ എമ്മിൻ്റെ സെൻറ്ററിൽ നിന്ന് എങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കണം എന്നറിയോ, ഇതാ ഈ എർത്തിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കണം. സർഫസിൽ നിന്ന് സ്മോൾ എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 3r. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 4r ഉണ്ടാവും. അതാണ് ഇവിടെ ഞാൻ 4r എഴുതാൻ കാരണം. പിന്നെ സർഫസിൽ വെക്കുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി, ഈ രണ്ട് എനർജി നമ്മൾ മൈനസ് ചെയ്യുക. യു വിൽ ഗെറ്റ്, ഇത് ഇങ്ങനെ ഇക്വേഷൻ, പക്ഷേ ഓപ്ഷനകത്ത് സ്മോൾ ജീൻ്റെ ടൈമിലാണുള്ളത്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ 6 ഇല്ലേ, പിന്നെ ഇവിടെ സ്മോൾ എം ഇല്ലേ, ഞാനൊരു r² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു മുകളിലും താഴെ. അപ്പോൾ എന്താ നോക്കിയാൽ GM/r² എന്ന് പറഞ്ഞാൽ സ്മോൾ ജി അല്ലേ. അപ്പോൾ എന്താ കിട്ടുക നോക്കുക, 3/4 എം ജി ആർ. ഓപ്ഷൻ ഏതാ, സി ആണ് വരിക. ഓക്കെ, 3/4 mgr. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിന്റെ എക്സ്പ്രഷൻ ആണ് മൈനസ് GMM ഡിവൈഡഡ് ബൈ സ്മോൾ r. ഇനി വർക്ക് ഡൺ ടു റൈസ് എ മാസ് ഫ്രം ദ സർഫേസ് ഓഫ് എർത്ത് ടു എ ഹൈറ്റ് h വിച്ച് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത്. അഗെയിൻ എന്താണ്, വർക്ക് ഡൺ ആണ് ഇവിടെ ചോദിച്ചത്. പക്ഷേ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ മനസ്സിലാക്കി വെക്കുക, നിങ്ങൾ കേട്ടിട്ടുണ്ട് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ്, പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് തന്നെയാണ്. അപ്പോൾ എന്തെന്നെ കണ്ടുപിടിക്കേണ്ടത്, UF മൈനസ് UI എന്നെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എവിടെ ഇനീഷ്യലി നിൽക്കുന്ന പാർട്ടിക്കിൾ, സർഫസ് ഓഫ് എർത്തിലാണ്. ഓക്കെ, എർത്തിൻ്റെ സർഫസിലുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ടേക്ക് എത്തിക്കണം, ഒരു ഹൈറ്റ് എച്ചിലേക്ക് എത്തിക്കണം. ഈ എച്ച് എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ് പറഞ്ഞത്, H ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത്. അപ്പോൾ ഇവിടെയാണ് ഇത് മാസ് അല്ലെങ്കിൽ എർത്താണിത്, എർത്തിൻ്റെ സെൻറ്ററാണിത്. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്മോൾ എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആണ്, ക്യാപിറ്റൽ R ആണ്. ഓക്കെ, ഇതുവരെ റേഡിയസ് R. ഓക്കെ, വീണ്ടും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എച്ചും എന്താണ്, R ആണ്. അപ്പോൾ ഇതാണ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി, ഇതാണ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഫൈനലി മാസ് ഇവിടെ എത്തിയിട്ടുണ്ട്, ഇനീഷ്യലി മാസ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ കോൺഫിഗറേഷൻ, ഇവിടെ നിൽക്കുന്ന സമയത്തുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് ഫൈനൽ, ഇവിടെ നിൽക്കുന്ന സമയത്തുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് ഇനീഷ്യൽ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എഴുതുമ്പോൾ മൈനസ് GMM ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ഓക്കെ, 6 സർഫസ് വരെ, പിന്നെ അവിടുന്ന് മുകളിലേക്ക് ഒരു 6 കൂടെ, ടോട്ടൽ എത്ര ഉണ്ടാവും, 2r മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ 6. കാരണം സർഫസിൽ നോക്കുമ്പോൾ എത്ര, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എത്രയാണ്, ക്യാപിറ്റൽ R അല്ലേ. അപ്പോൾ നോക്കടാ, ഈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ UF മൈനസ് UI, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു, ബാക്കി നമ്മുടെ എഴുതാൻ നോക്കിക്കോ, മൈനസ് GMM ഡിവൈഡഡ് ബൈ 6 കോമൺ ആക്കി വെക്കുന്നത്, അല്ലെങ്കിൽ GMM ബൈ 6 കോമൺ ആക്കി വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്ലസ് വരില്ല, 1 മൈനസ് 1/2 എത്ര കിട്ടുക, 1/2 എന്നല്ലേ. ദെർഫോർ GMM ഡിവൈഡഡ് ബൈ 2r ഈക്വൽ ടു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ r². ഇവിടെയും അഗെയിൻ എന്തിൻ്റെ ടൈമിലാണ് നോക്കി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ ടൈമിലാണ് ഓപ്ഷൻസ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ GMM ബൈ G ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ 2r², ഒരു r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന മുകളിൽ താഴെ. GM ബൈ r² എന്ന് പറഞ്ഞാൽ സ്മോൾ g ആണ്. ദെർഫോർ mgr ഡിവൈഡഡ് ബൈ 2 എന്ന ആൻസർ കിട്ടും. ഓക്കെ, mgr ബൈ 2, ഓപ്ഷൻ ബി. നോക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. A body is released from a height h equal to radius of earth. The velocity of the body when it strikes the surface of earth will be. അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു h ഹൈറ്റ് മുകളിൽ ഒരു പിന്നെ ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ദർ ഇസ് ആൻ ഒബ്ജക്റ്റ് ഹിയർ. അയാളുടെ മാസ് m ആണെന്ന് വിചാരിച്ചു.
അത് ഈ എച്ച് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത് ആർ തന്നെയാണ്. ഇതും റേഡിയസ് എത്രയാണ്? ക്യാപിറ്റൽ ആർ. ഇവിടുന്ന് മുകളിലേക്ക് സർഫസിലേക്കുള്ള ഈ ഹൈറ്റും ആറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇതിനെ റിലീസ് ചെയ്തു, ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നിന്ന് റിലീസ് ചെയ്തു. ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നിന്ന് റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതെവിടെ എത്തും? എർത്തിൻ്റെ സർഫസിലെത്തും. ഇനി ക്വസ്റ്റ്യൻ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി വെൻ ഇറ്റ് സ്ട്രൈക്സ് ദ സർഫേസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾ, സ്മോൾ പാർട്ടിക്കിൾ ആക്ച്വലി വീഴുന്നത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലല്ലേ? നിങ്ങൾക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ടൈപ്പ് ഫോഴ്സ് ആണ്? കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലേ? അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ ഒരു പാർട്ടിക്കിൾ വീഴുകയാണെങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഇതാണ് ഇതിൻ്റെ ഇനീഷ്യൽ പോയിന്റ്. ഇവിടെ ഇനി ഇതിൻ്റെ ഫൈനൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക നോക്കിയതാ, എർത്തിൻ്റെ സർഫസിലായിരിക്കും അവസാനം പാർട്ടിക്കിൾ എത്തിയിട്ടുണ്ടാവുക. എർത്തിൻ്റെ സർഫസിൽ ഈ ബോഡി എത്തുമ്പോൾ ഇതാ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ കോൺഫിഗറേഷൻ, ഇതാണ് എന്ത്? ഫൈനൽ കോൺഫിഗറേഷൻ. ഇനീഷ്യൽ കോൺഫിഗറേഷനിൽ ഉണ്ടാകുന്ന ടോട്ടൽ മെക്കാനിക്കൽ എനർജിയും ഫൈനൽ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ടോട്ടൽ മെക്കാനിക്കൽ എനർജിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ എനർജി കൺസർവേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ടത്? ഡീൽ ചെയ്യേണ്ടത്. നോക്കുക, ഇനീഷ്യൽ പിന്നെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ ഞാൻ ആദ്യം ഫൈനൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എർത്തിൻ്റെ സർഫസിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്തുള്ള കൈനറ്റിക് എനർജിയാണ് KEF എന്ന് വിചാരിച്ചോ. ആ സമയത്തുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് UF എന്ന് വിചാരിക്കുമോ. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഒരു ഇനീഷ്യൽ കൈനറ്റിക് എനർജി പ്ലസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഫൈനൽ കൈനറ്റിക് എനർജിയാണ് ½mv². ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിയാണ് എന്തെന്ന് എഴുതുക? ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി പറയുമ്പോൾ ഈ സിറ്റുവേഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി, ഏത് സിറ്റുവേഷൻ? എന്താ? ഈ ഒരു സിറ്റുവേഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ സിറ്റുവേഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയത് എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്? എർത്തിൻ്റെ സർഫസിൽ നിന്ന് 6 ഡിസ്റ്റൻസിലല്ലേ അല്ലേ? അപ്പോൾ എങ്ങനെ പൊട്ടൻഷ്യൽ എനർജി ചെയ്തിട്ട് -GMM ഡിവൈഡഡ് ബൈ M സ്മോൾ m ഡിവൈഡഡ് ബൈ R, വിച്ച് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 കാരണം റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -G M സ്മോൾ m ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഫ്രം ഹിയർ ടു ഹിയർ. എവിടെ നിന്ന് എവിടെ വരെ? ഇത് മുതൽ ഈ M മുതൽ ഇവിടെ വരെ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരെ? R + R = 2R. Therefore it is 2R. ഇത് സോൾവ് ചെയ്യുമ്പോൾ സ്മോൾ m നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ½ v² - G M ഡിവൈഡഡ് ബൈ R ഈക്വൽ ടു -G M ഡിവൈഡഡ് ബൈ 2R. ഓക്കെ, ഇത് നോക്കിയേ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ½ v² ഈക്വൽ ടു ഓൾറെഡി അവിടെ -GM/2R RHSലുണ്ട്. ഇതിനടുത്തേക്ക് നമ്മൾ ഇതിനങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എന്താ കിട്ടുക നോക്കിയതാ, GM ഡിവൈഡഡ് ബൈ R -GM ഡിവൈഡഡ് ബൈ 2R, GM ഡിവൈഡഡ് ബൈ 1 - 1/2R എന്ന് കിട്ടും. So v² ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ R or V ഈക്വൽ ടു √GM ഡിവൈഡഡ് ബൈ R. നമുക്ക് V ഈക്വൽ √GM/R. ഇനി ഇവിടെ ഇക്വേഷൻ ഓപ്ഷൻസ് എടുക്കുന്നത് സ്മോൾ ജിൻ്റെ ടേമിലാണ്. Therefore ഈ സ്മോൾ ജിൻ്റെ ടേമിലായതുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാം? നോക്കിയാൽ GM/R². ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു R കൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, GM ഡിവൈഡഡ് ബൈ R മുകളിൽ താഴെ R². എന്താ കിട്ടുക നോക്കിയേ, ഇതാ ലാസ്റ്റ് ആൻസർ വിൽ ബി R. GM/R² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ജി അല്ലേ. therefore you will get V ഈക്വൽ ടു √GM/V ഈക്വൽ ടു ഇതാ GM/R² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ജി ആണ്. therefore G ഇൻറ്റു R എന്ന ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ഏത് വരുന്ന അറിയാം? ഓപ്ഷൻ A, √GR. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എനർജി കൺസർവേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ √2GH എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യില്ല, 1 ഡയമെൻഷൻ വെച്ച് √2GH വർക്ക് ആവില്ല. കാരണം വളരെ വലിയ ഹൈറ്റിലാണ് ആക്ച്വലി എന്ന് നിൽക്കുന്നത്, ഈ സ്മോൾ എന്ന് പറയുന്ന മാസ് നിൽക്കുന്നത്. ഇനി വേറെ ഒന്നാണ് എസ്കേപ്പ് സ്പീഡ്. എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എർത്താന്ന് വിചാരിച്ചു, ഇത് എർത്താന്ന് വിചാരിക്കും. ഈ എർത്തിൻ്റെ സർഫസിൽ ദർ ഇസ് എ സ്മോൾ ഒബ്ജക്റ്റ് സ്മോൾ m. ഈ സ്മോൾ m ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടുന്ന് എറിയുന്നു. അങ്ങനെ എറിഞ്ഞിട്ട് എന്താണെന്ന് അറിയാം, ആ ഒബ്ജക്റ്റ് എർത്തിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. എന്നാണ് ദാറ്റ് ഒബ്ജക്റ്റ് ഹാസ് ടു ബി റീച്ചഡ് അറ്റ് ഇൻഫിനിറ്റി. അങ്ങനെ എത്തണമെങ്കിൽ ആ ഒബ്ജക്റ്റ് നമ്മൾ എത്ര സ്പീഡിൽ എറിയണം എന്നുള്ളതാണ്. ആൻഡ് ദ ഇക്വേഷൻ ഫോർ എസ്കേപ്പ് സ്പീഡ് ഈസ് VE ഈക്വൽ ടു √2GM ഡിവൈഡഡ് ബൈ R.
എന്നാണ് റേഡിയസ് മാസ് 2gm ഡിവൈഡഡ് ബൈ ആർ. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? എസ്കേപ്പ് വെലോസിറ്റിൻ്റെ ഫോർമുല. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസിനെ ഡിപ്പെൻഡ്, മാസ് ഓഫ് എർത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതേപോലെ റേഡിയസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഈ സ്മോൾ എമ്മിന് അത് ഇൻഡിപെൻഡൻ്റ് ആണ്, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി എർത്തിൻ്റെ സർഫസിലാണെന്നുണ്ടെങ്കിൽ, എർത്തിൻ്റെ സർഫസിൽ നിന്നാണ് നമ്മൾ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എറിയുന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് ഇക്വേഷൻ √2gr. G acceleration due to gravity, R radius of earth, and its value is approximately 11.2 kilometer per second. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന സ്പീഡിലാണ് എറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് ട്രാവൽ, പിന്നെ അത്രയും സ്പീഡിലാണ് എറിയണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഒബ്ജക്റ്റ് വിൽ ബി എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻഫിനിറ്റിയിൽ എത്തിയിട്ടുണ്ടാവും. എവിടുന്ന്? എർത്തിൻ്റെ സർഫസിൽ. അപ്പോൾ ഈ എസ്കേപ്പ് സ്പീഡുമായി അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിയുമായി കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് അപ്പ് വിത്ത് എ വെലോസിറ്റി ഈക്വൽ ടു 3/4 ഓഫ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് 3/4 ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫേസ് ഓഫ് എർത്ത്. ദ ഹൈറ്റ് ഇറ്റ് റീച്ചസ്, എത്ര ഹൈറ്റ് അത് മുകളിലേക്ക് എത്തുന്നതാണ് ക്വസ്റ്റ്യൻ. 3/4 ഓഫ് എസ്കേപ്പ് വെലോസിറ്റി എന്നാണ്. അപ്പോൾ നോക്കിയത് എങ്ങനെ എഴുതാം? 3/4 ഓഫ് √2gm ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, ഇതാണ് എന്ത്? വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോഡി. ഇനി എർത്തിൻ്റെ സർഫസിൽ നിന്നാണ് ബോഡി നമ്മൾ എറിയുന്നത്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് എറിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ ബോഡി എത്തുന്നു. ഓക്കെ, നോക്കുക, എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് മുകളിലേക്ക് നമ്മുടെ ഒബ്ജക്റ്റിനെ എറിഞ്ഞു. എർത്തിൻ്റെ സർഫസിൽ നിന്ന് എറിയുമ്പോൾ ഇതാ ഈ ഒരു ഹൈറ്റിലേക്ക് ഒബ്ജക്റ്റ് എത്തി എന്ന് വിചാരിച്ചു. ഓക്കെ, എച്ച്. അപ്പോൾ ഇവിടെ ഈ ഒബ്ജക്റ്റിന് ഉണ്ടാകുന്നത് നോക്കി, എർത്തിൻ്റെ സർഫസിലാണ് ഇനീഷ്യൽ പോയിന്റ്, എർത്തിൻ്റെ സർഫസിന് എച്ച് ഹൈറ്റ് മുകളിലാണ് ഫൈനൽ പോയിന്റ്. ഈ ഫൈനൽ പോയിന്റിൽ ഉണ്ടാകുന്ന ടോട്ടൽ മെക്കാനിക്കൽ എനർജിയും ഇനീഷ്യൽ പോയിന്റിൽ ഉണ്ടാകുന്ന ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതാണ് ഇവിടുത്തെ ഐഡിയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? എച്ച് കാണാൻ പറ്റും. ഈ ഫൈനൽ പോയിന്റിൽ എന്ന് പറഞ്ഞാൽ എന്ത് എനർജി മാത്രമേ ഉണ്ടാവൂ? പൊട്ടൻഷ്യൽ മാത്രം. കാരണം കൈനറ്റിക് എന്താ? സീറോ. കാരണം എർത്തിൻ്റെ സർഫസിൽ നിന്ന് എറിഞ്ഞിട്ട് ആ ഒരു പോയിന്റിൽ എത്തുക നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ വെലോസിറ്റി എന്താവണം? സീറോ ആവണം. കൈനറ്റിക് എനർജി ഫൈനൽ എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ഇനീഷ്യൽ കൈനറ്റിക് എനർജി സീറോ അല്ല, ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണ്. ഇവിടെ നമുക്ക് വെലോസിറ്റിൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്, നോക്കിക്കോ. ഇപ്പോൾ എനർജി കൺസർവേഷൻ, ഫൈനൽ കൈനറ്റിക് എനർജി, ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി, UF പ്ലസ് KEF ഈക്വൽ ടു UI പ്ലസ് KEI. നോക്ക്, UFിൻ്റെ വാല്യൂ -GMM ഡിവൈഡഡ് ബൈ R പ്ലസ് H. ഓക്കെ, ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി സീറോ എന്ന് ഞാൻ പറഞ്ഞു. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ -GMM ഡിവൈഡഡ് ബൈ R പ്ലസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വെലോസിറ്റിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3/4 9/16. ഓക്കെ, 2gm ഡിവൈഡഡ് ബൈ ആർ. ഇത് നമുക്ക് സോൾവ് ചെയ്യുക. ഈ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇത് അതിനകത്ത് GMM എല്ലാം ക്യാൻസൽ ചെയ്യാം. യു ക്യാൻ റൈറ്റ് ദ -1/r പ്ലസ് എച്ച് ഈക്വൽ ടു -1/r പ്ലസ് ഇതിനകത്ത് 2 ക്യാൻസൽ ചെയ്യാം, 9/16. ഓക്കെ, 1/r. ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം H is equal to you will get 9r/7 എന്ന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹൈറ്റ് മുകളിലേക്ക് എത്തും? 9r/7 ഹൈറ്റ് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. എവിടുന്ന്? എർത്തിൻ്റെ സർഫസിൽ നിന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എസ്കേപ്പ് വെലോസിറ്റിൻ്റെ അതേ സ്പീഡിൽ എറിയുകയാണെങ്കിൽ പാർട്ടിക്കിൾ എവിടെ എത്തിയിട്ടുണ്ടാവും? ഇൻഫിനിറ്റിയിൽ എത്തിയിട്ടുണ്ടാവും. എർത്തിലേക്ക് തിരിച്ചു വരില്ല. പക്ഷേ ഇത് 3/4 സ്പീഡാണ്. 3/4 ഓഫ് എസ്കേപ്പ് സ്പീഡ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിനേക്കാളും കുറവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയിട്ട് തിരിച്ച് എർത്തിലേക്ക് തന്നെ എന്ത് ചെയ്യും? വീഴും. അപ്പോൾ എത്ര ഹൈറ്റിലേക്ക് എത്തുന്നതാണ് ക്വസ്റ്റ്യൻ. എത്ര ഹൈറ്റിലേക്ക്? 9/7 ആർ ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. വേറൊരു ക്വസ്റ്റ്യൻ, ദ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫേസ് ഓഫ് ദ എർത്ത് ഈസ് VE. The escape velocity from the surface of a planet whose mass and radius are 3 times those of the earth will be. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ എസ്കേപ്പ് സ്പീഡ് നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം, √2gm ഡിവൈഡഡ് ബൈ ആർ എന്ന് കൊടുക്കാം. ഇനി ഒരു പ്ലാനറ്റ് ഉണ്ട്. ആ പ്ലാനറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് 3 ടൈംസ് ആണ്. അപ്പോൾ 2g ഇൻറ്റു എർത്തിൻ്റെ മാസിനൊക്കെ 2g ഇൻറ്റു m' ഡിവൈഡഡ് ബൈ r' എന്ന് എഴുതേണ്ടി വരും. പക്ഷേ VE പ്രൈം ഈസ് ഈക്വൽ ടു √2g ഇൻറ്റു m' എന്ന് പറഞ്ഞാൽ എത്ര? 3m അല്ലേ, ഡിവൈഡഡ് ബൈ r' എത്ര? 3r അല്ലേ. അപ്പോൾ എന്താ കിട്ടുക? ഇങ്ങനെ ഉണ്ടാവും. 3 ക്യാൻസൽ ആവും. എന്തിനെ കിട്ടുക? അഗെയിൻ എന്തിനെ കിട്ടും? √2gm ഡിവൈഡഡ് ബൈ r എന്നല്ലേ. അഥവാ എസ്കേപ്പ് സ്പീഡ് എന്തിനെ വരിക? VE' എന്തിന് ഈക്വൽ ആയിരിക്കും? VE. കാരണം മാസും കൂടുന്നുണ്ട്, റേഡിയസും ഒരുപോലെ ഇൻക്രീസ് ചെയ്ത്. മാസ് 3 ടൈംസ് ഓഫ് എർത്തിൻ്റെ മാസായി, അതേപോലെ തന്നെ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് 3 ടൈംസ് ദ റേഡിയസ് ഓഫ് എർത്തായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എസ്കേപ്പ് വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവില്ല. ആൻസർ വിൽ ബി VE. നമ്മൾ ഇനി പോകുന്നത് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് എർത്തിൻ്റെ സാറ്റലൈറ്റുകൾ. എർത്ത് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഏത് ബോഡീനെ നമുക്ക് എന്ത് വിളിക്കാം? സാറ്റലൈറ്റ് എന്ന് പറയാൻ പറ്റും. ഇപ്പം 3 എർത്തിൻ്റെ സാറ്റലൈറ്റ് ആണ്. 3 എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറയും. അപ്പോൾ ഈ സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് റിവോൾവ് ചെയ്യും? അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്താണ്. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞു റിവോൾവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, സർക്കുലർ മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിന് ഓട്ടോമാറ്റിക്കലി എന്ത് വേണം? സെൻട്രലിലേക്ക് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഇവിടെ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, സാറ്റലൈറ്റിന് കൊടുക്കുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ച്വലി ആരാ പ്രൊവൈഡ് ചെയ്യണമെന്ന് അറിയോ? ഈ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ, സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ mv²/r+h. എന്തുകൊണ്ട് r+h വരാൻ? കാരണം എർത്തിൻ്റെ സർഫസിൽ നിന്നൊരു h ഹൈറ്റ് മുകളിലല്ലേ സാറ്റലൈറ്റ് ഉള്ളത് അല്ലേ? അപ്പോൾ r+h ഈക്വൽ ടു, ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് gmm/r+h². ഇവിടെ നിന്നാണ് നമ്മൾ സാറ്റലൈറ്റിൻ്റെ എല്ലാ സംഗതികളും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റി, ടൈം പീരീഡ് ഓഫ് ഇക്വേഷൻ, ടൈം പീരീഡ് ഓഫ് പിന്നെ റെവല്യൂഷൻ, കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. നോക്കടാ, ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ദ സാറ്റലൈറ്റിൻ്റെ ഇക്വേഷൻ √gm/r+h. ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ദ സാറ്റലൈറ്റ് അതിന് വളരെ ചെറിയ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എർത്തിൻ്റെ സർഫസിൻ്റെ അടുത്ത് കൂടെയൊക്കെ അല്ലെങ്കിൽ വളരെ ചെറിയ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? √gm/r എന്ന് എഴുതാം. h നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. എന്തെന്ന് എഴുതാം? ഇതാ ഇക്വേഷൻ എങ്ങനെ വരും? √gr അല്ലെങ്കിൽ √gm/r എന്ന് കിട്ടും. ഇനി നിങ്ങൾക്കറിയാം, നേരത്തെ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ട്. VE = √2gr ആയിരുന്നു. ഇവിടെ നോക്കി, ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? √gr ആണ്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കി വെക്കുക. ഓർബിറ്റൽ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു എന്താണ്? ഓർബിറ്റൽ വെലോസിറ്റി. ഇനി ടൈം പീരീഡ് ഓഫ് പിന്നെ റെവല്യൂഷൻ, ടൈം പീരീഡിൻ്റെ ഇക്വേഷനാണ് t = 2π × √r+h² ഓക്കെ. ഈ r+h എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സെൻട്രലിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതാണ് എന്ത്? r+h/gm. ഇനി അതിന് ചെറിയ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ t = 2π √r³ നോക്കടാ, ഈ ഇക്വേഷൻ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ t² എന്താ കിട്ടുക നോക്കിയാൽ 2π സ്ക്വയർ എന്ന് പറയുമ്പോൾ 4π² r³ എന്നല്ലേ? നോക്കിയേ, t² പ്രൊപ്പോർഷണൽ ടു എന്താണ്? r³. ഇതെന്താ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ കെപ്ലേഴ്സ് തേർഡ് ലോ അല്ലേ? അപ്പോൾ കെപ്ലേഴ്സിൻ്റെ മൂന്നാമത്തെ ലോ അല്ലെങ്കിൽ കെപ്ലേഴ്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട് ആക്ച്വലി എന്തും? സാറ്റലൈറ്റുകളും. കാരണം സാറ്റലൈറ്റ് എന്തിനു ചുറ്റും കറങ്ങുന്നത്? എർത്തിന് ചുറ്റും കറങ്ങുന്നത്. അതുകൊണ്ട് സാറ്റലൈറ്റും എന്ത് ഒബേ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. കെപ്ലേഴ്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. t² is proportional to r³. ഇനി കൈനറ്റിക് എനർജി ഓഫ് ദ സാറ്റലൈറ്റിൻ്റെ എക്സ്പ്രഷൻ ആണ് ½ mv². നിങ്ങൾ ഈ ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും gmm/2 × r+h. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി -gmm/r+h. ടോട്ടൽ എനർജി -gmm/2 × r+h. ടോട്ടൽ എനർജി ഈക്വൽ എന്തെന്ന് എഴുതാൻ പറ്റും? -k എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ കിട്ടുക. ഇനി ഇതിനകത്ത് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, എ സാറ്റലൈറ്റ് ഈസ് ഓർബിറ്റിംഗ് അറൗണ്ട് ദ എർത്ത്, ഓർബിറ്റിംഗ് ഓൺ ദ എർത്ത് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് r. ഇറ്റ്സ് പീരീഡ് ഓഫ് റെവല്യൂഷൻ വേരീസ് ആസ്. നിങ്ങൾക്കറിയാം, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ടൈം പീരീഡ് ഓഫ് പിന്നെ റെവല്യൂഷൻ t² പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? r³ എന്ന് എഴുതി കൂടെ? അപ്പോൾ ടൈം പീരീഡ് t പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? r³. നോക്കി, ഇവിടെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ റൂട്ട് എടുക്കണ്ടേ? r³ റൂട്ട് r⁵(3/2). എന്താ ആൻസർ വരിക? t പ്രൊപ്പോർഷണൽ ടു r⁵(3/2). ഓക്കെ. വേറെ ക്വസ്റ്റ്യൻ, 2 സാറ്റലൈറ്റ്സ് A and B ഓഫ് മാസ് m1 and m2 ആർ മൂവിങ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയൈ r1 and r2. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു എക്സ്പ്രഷൻ m1 = 2m2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ സാറ്റലൈറ്റിൻ്റെ മാസ് m1 ആണെങ്കിൽ രണ്ടാമത്തെ സാറ്റലൈറ്റിൻ്റെ മാസ് m2 ആണ്. ആ m1 m2 തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത്? m1 = 2m2. ആർ മൂവിങ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് r1 and r2. Again there is a relation r1 and r2 respectively around the earth. If their periods are ta and tb, then the ratio of ta/tb is. ta and tb തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻസിനകത്തൊക്കെ ടൈം പീരീഡ് ഓഫ് പിന്നെ റെവല്യൂഷൻ ആണെങ്കിലും ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ആണെങ്കിലും ഈ രണ്ട് ഇക്വേഷനകത്തും നോക്കിയേ മാസ് ഓഫ് ദ സാറ്റലൈറ്റിന് എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ മാസ് ഓഫ് സാറ്റലൈറ്റിന് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ത്? ടൈം പീരീഡ് ഓഫ് റെവല്യൂഷനും അതേപോലെ തന്നെ ഓർബിറ്റൽ വെലോസിറ്റിയും. ഇവിടെ നോക്കിയേ, ഈ ക്വസ്റ്റിനകത്ത് m1 = 2m2 തന്നിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, കാരണം m1 = 2m2 ആയാലും മാസിന് എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ ടൈം പീരീഡ്. ഓക്കെ, അപ്പോൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നോക്കുക. ta = ഇങ്ങനെ കൊടുക്കാൻ പറ്റും, 2π √r⁵gm. എന്താ ഈ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ M എന്താ? മാസ് ഓഫ് എർത്ത് ആണ്. tb = എങ്ങനെ കൊടുക്കാൻ പറ്റും നോക്കിയേ, 2π √r⁵gm അല്ലേ?
അങ്ങനെയാണെങ്കിൽ T1/T അല്ലെങ്കിൽ TA/TB എന്നല്ലേ ക്വസ്റ്റ്യൻ. TA/TB എന്ന് പറഞ്ഞാൽ 2π ക്യാൻസൽ ആവും. √r1³ ഡിവൈഡ് ബൈ √r2³ നോക്കിക്കോ, r1/r2 ദ ഹോൾ ക്യൂബ്. എന്താ r1/r2ന്റെ റിലേഷൻ നോക്കി, r1 ഈക്വൽ ടു 4r2 എന്നാണ്. therefore r1/r2 ഈക്വൽ ടു 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യൂബ് ഓഫ് എന്താണ് 4 സോറി √4³ √4³ ചെയ്താൽ യു വിൽ ഗെറ്റ് 8 എന്ന് കിട്ടും. സോ TA/TB ഈക്വൽ ടു എന്താ ആൻസർ വരിക 8. സോ ഇതാണ് എന്ത് ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് തമ്മിലുള്ള റേഷ്യോ. വേറൊരു ക്വസ്റ്റ്യൻ കൂടെ. 2 satellites of Earth S1 and S2 are moving in the same orbit. The masses of S1 is 4 times the masses of S2. S1 എന്ന് പറയുന്ന സാറ്റലൈറ്റിന്റെ മാസ് S2ന്റെ 4 ടൈംസ് ആണ്, മാസിന്റെ 4 ടൈംസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ എന്നാണ്. അപ്പോൾ രണ്ട് സാറ്റലൈറ്റുകളുടെ രണ്ടുപേരുടെയും മാസ് എന്താണ് ഡിഫറൻ്റ് ആണ്, പക്ഷേ മൂവിങ് ഇൻ ദ സെയിം ഓർബിറ്റ്. രണ്ടും ഒരേ ഓർബിറ്റിൽ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സെൻട്രലിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് രണ്ടുപേർക്കും എന്താണ് സെയിം, രണ്ടും ഒരേ ഓർബിറ്റിന്റെ മുകളിൽ കൂടെ കറങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒരേ ഓർബിറ്റിന്റെ മുകളിൽ കൂടെ ആണെങ്കിൽ ടൈം പീരീഡ് ഓഫ് S1 is 4 times that of S2. നമുക്കറിയാം ടൈം പീരീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എന്താ ടൈം പീരീഡിന്റെ ഇക്വേഷൻ നോക്കിയാൽ ടൈം പീരീഡ് ഈക്വൽ 2π × √r+h ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ GM എന്നല്ലേ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തില്ല, മാസ് ഓഫ് സാറ്റലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാ ഇല്ല. ഇത് ഈ ക്യാപിറ്റൽ M എർത്തിന്റെ മാസാണ്. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് സാറ്റലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ടൈം പീരീഡ് ആക്ച്വലി എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. രണ്ടാമത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ എർത്ത് സാറ്റലൈറ്റ് ഇൻ ദ 2 കേസ് ആർ ഈക്വൽ. എന്താ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ നോക്കിയാൽ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ U ഈക്വൽ ടു -G_M m ഡിവൈഡഡ് ബൈ r+h എന്നാണ്. ഇവിടെ നോക്ക്, ഫസ്റ്റത്തെ സാറ്റലൈറ്റിന്റെ മാസും രണ്ടാമത്തെ സാറ്റലൈറ്റിന്റെ മാസും ഡിഫറൻറ്റാ. അപ്പോൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജി മാസ് ഓഫ് ദ സാറ്റലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാസ് ഡിഫറൻ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ഡിഫറൻ്റ് ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സാറ്റലൈറ്റ് ഈക്വൽ എന്ന് പറയാൻ പറ്റുമോ, ഇല്ല. ഇവിടെ ഈ ഓപ്ഷനും എന്താണ്, തെറ്റാണ്. ഇവിടെ ഓപ്ഷൻ ഈക്വൽ എന്ന് പറഞ്ഞത് ഈക്വൽ അല്ല, ഡിഫറൻ്റ് ആണ്, കാരണം മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സി ഓപ്ഷൻ നോക്ക്, S1 and S2 ആർ മൂവിങ് വിത്ത് സെയിം സ്പീഡ്. രണ്ടും ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ശരിയല്ലേ, കാരണം ഓർബിറ്റൽ വെലോസിറ്റി രണ്ടുപേർക്കും എന്താണ്, സെയിം ആണ്. മാസ് മാറിക്കഴിഞ്ഞാലും ഓർബിറ്റൽ വെലോസിറ്റി സെയിം ആണ്, കാരണം രണ്ടുപേരും ഒരേ ഹൈറ്റിലാണ് ഉള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് കറക്റ്റ് ഓപ്ഷൻ. ഡി എന്താ, കൈനറ്റിക് എനർജി ഓഫ് ദി 2 സാറ്റലൈറ്റ്സ് ആർ ഈക്വൽ. അല്ല, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ അഗെയിൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കൈനറ്റിക് എനർജി ഓഫ് 2 സാറ്റലൈറ്റ്സും ഈക്വൽ അല്ല. ഓക്കെ, നോക്കുക. ഇനി വേറെ സംഗതി കൂടെ. എ സാറ്റലൈറ്റ് ഈസ് റിവോൾവിംഗ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് ഹൈറ്റ് h ഫ്രം ദ എർത്ത് സർഫേസ്. H is very much less than R തന്നിട്ടുണ്ട്. അപ്പോൾ എർത്തിന്റെ സർഫസിന്റെ വളരെ അടുത്ത് കൂടി ഓർബിറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ് ആണ്. ദ മിനിമം ഇൻക്രീസ് ഇൻ ഓർബിറ്റൽ വെലോസിറ്റി റിക്വയർഡ് സോ ദാറ്റ് സാറ്റലൈറ്റ് കുഡ് എസ്കേപ്പ് ഫ്രം ദ എർത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അപ്പം നിലവിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, സാറ്റലൈറ്റിനെ എർത്തിന്റെ സർഫസിലൂടെ റിവോൾവ് ചെയ്യുമ്പോൾ അതിനൊരു ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ടാവും. എന്താ ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ വരെ, VO ഈക്വൽ √2 നമുക്ക് കിട്ടിയത് ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ വരുന്നത് VO ഈക്വൽ √GM ഡിവൈഡഡ് ബൈ r+h. അതിനെ എർത്തിന്റെ വളരെ സർഫസിന് അടുത്താന്നുണ്ടെങ്കിൽ VO ഈക്വൽ √GM/r അല്ലെങ്കിൽ √GR എന്ന് കൊടുത്തൂടെ. ഓക്കെ, ഞാൻ ആ ഇക്വേഷൻ കൂടെ എഴുതാൻ പോകുന്നു, നോക്കിക്കോ. ഇതാ VO ഈക്വൽ ടു √GR. എർത്തിന്റെ വളരെ അടുത്ത് കൂടി റിവോൾവ് ചെയ്യുന്ന സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ സ്പീഡാണ് √GR. ഇയാൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, എസ്കേപ്പ് ആവണം. എർത്തിന്റെ സർഫസിൽ നിന്ന് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എർത്തിന്റെ ആ ഓർബിറ്റ് റിവോൾവ് ചെയ്യുന്നതിനടുത്ത് പെട്ടെന്ന് എന്ത് ചെയ്യണം, എസ്കേപ്പ് ആവണം. എസ്കേപ്പ് ആവണമെങ്കിൽ അയാൾക്ക് എന്ത് സ്പീഡ് കിട്ടണം, എസ്കേപ്പ് വെലോസിറ്റി കിട്ടണ്ടേ. എത്ര എസ്കേപ്പ് വെലോസിറ്റിന്റെ ഇക്വേഷൻ √2GR അല്ലേ. അപ്പോൾ എത്ര അഡീഷണൽ സ്പീഡ് വേണമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ മിനിമം ഇൻക്രീസ് ഇൻ ദ ഇറ്റ്സ് ഓർബിറ്റൽ സ്പീഡ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എത്ര വേണ്ടത്, എത്ര അഡീഷണൽ കിട്ടണം എന്ന് നോക്കുകയാണെങ്കിൽ എന്ത് വേണം, VE എന്ത് മൈനസ് ചെയ്താൽ മതി, VO മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ √2GR എന്ത് മൈനസ് ചെയ്താൽ മതി, √GR മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ എത്ര കിട്ടുക നോക്കിയാൽ, √2 - 1 × GR √GR. എത്ര, എന്ത് ആൻസർ വരും, ഓപ്ഷൻ സി ആണ്. ഓക്കെ, നീറ്റ് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇനീഷ്യലി ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ട്, അതെന്തായിട്ട് എന്ത് ചെയ്യണം, അവിടുന്ന് എസ്കേപ്പ് ആവണമെങ്കിൽ അതിന് എന്ത് വെലോസിറ്റി ഇടണം, എസ്കേപ്പ് വെലോസിറ്റി കിട്ടണം. ആ എസ്കേപ്പ് വെലോസിറ്റി കിട്ടണമെങ്കിൽ എത്ര എക്സ്ട്രാ അഡീഷണൽ വെലോസിറ്റി വേണമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ, √2 - 1 × √GR. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്തുള്ള തിയറിയും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസും. നമ്മൾ
ചാപ്റ്റർ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷന്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷന്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതേപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ വേരിയേഷൻ വിത്ത് ഹൈറ്റും അതേപോലെ വിത്ത് ഡെപ്തും, പിന്നെ എസ്കേപ്പ് സ്പീഡ് പറഞ്ഞിട്ടുണ്ട്. ബിഫോർ ദാറ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, അതേപോലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, അതേപോലെ പിന്നെ എസ്കേപ്പ് സ്പീഡ് ആൻഡ് എർത്ത് സാറ്റലൈറ്റുകൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക, പിന്നെ പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സാം ഉഷാറാക്കിയിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.